പ്രാർത്ഥിക്കുമ്പോൾ കുട്ടി എന്ത് ചെയ്യുന്നു? നോർമലായിട്ട് കടന്നു വരുന്നു. ഓക്കെ, നല്ലൊരു ഉദാഹരണം. നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കി നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുവാണെങ്കിൽ ഈ രീതിയിലാണ് ആര് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളിപ്പോ 40 പേരും പറയുമ്പോഴും ഒരു കുട്ടിയും വേറെ കുട്ടിയെ പോലെ അല്ല. അത് നിങ്ങൾ കണ്ടെത്തണം. അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ മിനിസ്ട്രിയിൽ അറിവ് കിട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് പ്രായോഗികതയെ കൊണ്ടുവരണം. ഓക്കെ, മമ്മി എന്ത് പറയുന്നു? മമ്മി ഫേവർ ചെയ്യേണ്ടാവില്ല, അവനത് തോന്നുന്നതായിരിക്കും അങ്ങനെ ഫേവർ ചെയ്യണമെന്ന്. ഇത്രയും വ്യത്യാസം, വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ അതിലിപ്പോ എന്താ ചെയ്യാനുള്ള അത് ഇവിടെ ഇപ്പൊ അവര് ഏജ് വ്യത്യാസം, അതുകൊണ്ട് കുട്ടികൾ അടുത്തടുത്ത് ഉണ്ടാകുവാണെങ്കിൽ ഇത് ഒരു കണക്കിന് ഇല്ലാതെ വരും. കാരണം അവര് തമ്മിലങ്ങ് അടിച്ചു പിടിച്ച് വലിയ വ്യത്യാസമില്ല. ഇത് വരുമ്പോ ഇവിടെ നമുക്ക് ഇവിടെ സംഭവിക്കുന്ന സാധ്യതയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രശ്നമല്ല, പ്രശ്നമാകുന്നത് ഇളയ കുട്ടി വന്നപ്പോൾ ഇമ്പോർട്ടൻസ് കൂടി എങ്ങോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് മൂത്ത കുട്ടികളെ എപ്പോഴും നമ്മൾ ആ സ്ഥാനം ഒരിക്കലും കളയരുത്. ഇപ്പൊ ഇവർക്ക് 7 വയസ്സായപ്പോൾ രണ്ടാമത്തെ കുട്ടി വന്നെങ്കിൽ അപ്പോഴും വീട്ടിലൊരു സ്ഥാനം വാങ്ങിച്ചാൽ ആരുടെ കൈ കൊടുക്കണം? എന്നിട്ട് അവനെ കൊണ്ട് എന്ത് ചെയ്യണം? ഇളയ കുട്ടിയിലോട്ട് ഹാൻഡ് ഓവർ ചെയ്യിക്കണം. അപ്പൊ മൂത്തവൻ എപ്പോഴും അവന്റെ പൊസിഷൻ എന്ത് ചെയ്യുന്നു? കീപ്പ് ചെയ്യാം. ഞാനാണ് ഇവിടുത്തെ മൂത്തത്, എന്റെ സംരക്ഷണയിലാണ് ആര് വളരേണ്ടത്? ഇളയാള് വരേണ്ടത്. അപ്പൊ അവൻ എന്ത് ചെയ്യുന്നു? കരുതലിന്റെ ഒരു ഇത് വരികയാണ്. ആ ചേട്ടന്റെ മേൽ മമ്മിക്ക് നിയന്ത്രണം ഉണ്ടായിരിക്കണം. മമ്മി ഇപ്പൊ അവൻ എത്ര വയസ്സായി? മൂത്തയാൾക്ക് 19 വയസ്സായി. അല്ല, അവനിപ്പോ മമ്മിയെക്കാളും ചേട്ടന്റെ വാക്കിന് അതില് വില കൊടുക്കുന്നു. മമ്മിയെ നന്ദി പറയാം. പ്രൈസലോ, ഹല്ലേലൂയ. മമ്മിക്കപ്പൊ മൂന്നാമത്തെ കുട്ടി എന്ത് ചെയ്യാം? ഓക്കെ, അപ്പൊ നമുക്ക് ഈ നമ്മളെപ്പോഴും ഇവിടെ മൂത്ത കുട്ടിയുടെ സ്ഥാനമില്ല. അതുകൊണ്ടാണ് കാറെ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്നത് പപ്പായുടെ കൂടെ കാറെ മുമ്പിൽ ആരെ ഇരുത്താവുള്ളൂ? അല്ല, മമ്മിയെ ഇരുത്താവുള്ളൂ, നിർബന്ധമായി. മമ്മി ഇല്ലെങ്കിൽ ആരെ ഇരുത്തണം? മൂത്ത. ഒരു കാരണവശാലും ഇളയ കുട്ടിയെ കയറ്റി മുമ്പിൽ ഇരുത്തരുത്. ഇനി ഇരിക്കാം എപ്പോഴ്? ഇളയ കുട്ടിക്ക് മൂത്ത കുട്ടിയോട് അനുവാദം വാങ്ങിച്ചിട്ട് അവൻ അനുവദിച്ചാൽ മാത്രം ഇരിക്കും. ഇതിനകത്ത് ആരിടപെടരുത്? മമ്മി പപ്പായോ. അവന്റെ പൊസിഷനെ നമ്മൾ എന്ത് ചെയ്യണം? മാനിക്കണം, റെസ്പെക്ട് ചെയ്യണം. മനസ്സിലോ? അത് ആണായാലും ശരി പെണ്ണായാലും ശരി മൂത്ത കുട്ടിയെ നമ്മൾ മുമ്പിൽ കയറ്റി ഇരുത്താവുള്ളൂ. പക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ സംഭവിക്കുന്ന ഇളയ കുട്ടിയെ കയറ്റി അവ സ്വാഭാവികമായിട്ട് മൂത്ത കുട്ടികൾക്ക് എന്ത് ചെയ്യും? മനസ്സിലൊരു ഇവൻ വന്നതോടുകൂടി അവന്റെ സ്ഥാനം പോകും. മറ്റല്ല, അവന്റെ സ്ഥാനം കീപ്പ് ചെയ്യാം. ഇപ്പൊ 3 കുട്ടികളുണ്ടെങ്കിൽ മൂത്ത കുട്ടിയെ നിർബന്ധമാണ്. മമ്മിയുടെ പപ്പായും ഉണ്ടെങ്കിൽ മമ്മിയുടെ കൂടെ പപ്പ എപ്പോ ഇരുന്നാലും മമ്മി ഇരിക്കാവുള്ളൂ, എന്താണെങ്കിലും. ഇനി പപ്പ ഉറങ്ങിപ്പോവെങ്കിൽ മാത്രമാണ്, മമ്മി ഉറങ്ങിപ്പോവെങ്കിൽ പിള്ളേരെ ഇരുത്തി പല വർത്താനമൊക്കെ പറഞ്ഞ് ഇരിക്കുക. അല്ലെങ്കിൽ മമ്മി ഇരിക്കണം. കാരണം കുട്ടി കണ്ടുപഠിക്കണം അപ്പന്റെ ഒപ്പം സ്ഥാനമുണ്ട് ആർക്ക്? അമ്മയ്ക്കുണ്ട്. പ്രൈസലോ. എങ്കിലാണ് ഈ കുട്ടി നാളെ വലുതാകുമ്പോൾ അവൻ കല്യാണം കഴിക്കുമ്പോൾ അവന്റെ ഭാര്യ എന്ത് ചെയ്യുന്നു? തുല്യതയോടുകൂടി. അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ വീട്ടിൽ ആൺകുട്ടി പെൺകുട്ടി ഉണ്ടായി, അവനൊക്കെ മുമ്പിൽ കയറ്റിയിരുന്നു. ഇവൻ കണ്ടുപിടിക്കുന്നത് എന്താ? പുരുഷന്മാർക്ക് എപ്പോഴും എപ്പോഴും മുമ്പിലാണ് സ്ഥാനം. സ്ത്രീകളെല്ലാം പുറപോക്കിൽ കിടക്കുക. 3 കുട്ടികളുണ്ടെങ്കിൽ പുറകെ ഇരുത്തുവാണെങ്കിൽ ഇളയ മൂത്ത കുട്ടികളെ 2 പേരെ എന്ത് ചെയ്യുന്നു? വിൻഡോസിന്റെ സൈഡിൽ ഇരുത്തും. ഇളയ കുട്ടി എപ്പോഴും എവിടെ ഇരുത്താവുള്ളൂ?
എന്തുകൊണ്ടാണ് എടുക്കരുതെന്നത്? സേഫ്റ്റി പ്ലസ് ഇവൻ അറിയണം ഈ ചേട്ടന്മാർ സംരക്ഷണയിലാണ് ഞാൻ വളരേണ്ടത്. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ ചെയ്ത കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ചെറിയ ഫോർമേഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കാറെ പോകുന്നു, മമ്മി പപ്പായി മക്കളും, നിങ്ങൾ ഈ സീറ്റിന് പേരിലൊന്നും നിങ്ങൾക്ക് സിസ്റ്റം കൊണ്ടുവന്നാൽ എന്താ അത് ആര് വിവരിച്ചോളും? കുട്ടികൾ തന്നെ പ്രോട്ടോകോൾ അനുസരിച്ച് അവൻ നടക്കാൻ സീറ്റ്. ഇനി അവന് റൈറ്റ് സൈഡിൽ സീറ്റ് വേണോ? അപ്പോഴവന് ചേട്ടാ എന്നെ ഒന്ന് ഇരുത്താവോ, അല്ലെ ചേച്ചി എന്നെ ഇരുത്താവോ? അപ്പൊ ചേച്ചി എന്നാ ഇരുന്നോ? അങ്ങനെ പറയുമ്പോൾ എന്താ ഗുണം അറിയോ? ചേച്ചി ഇരുത്തുമ്പോൾ, ചേച്ചി പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറഞ്ഞാൽ ഈ കുട്ടൻ എന്ത് ചെയ്യും? എടുത്തു കൊടുക്കും. കാര്യം എന്താ? ചേച്ചിയുടെ സ്ഥാനത്ത് എന്തെങ്കിലും ഇങ്ങനെ ഇരിക്കണമെങ്കിൽ ചേച്ചി എന്നെ സഹായിക്കണം. അപ്പൊ ചേച്ചിയെ സഹായിച്ചാലേ, അങ്ങനെയാണ് കുഞ്ഞുങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? ബന്ധങ്ങൾ വരുന്ന. പ്രിയപ്പെട്ടവർ, നമ്മളിന്ന് പലപ്പോഴും ഒത്തിരി കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ അകത്ത് കയറുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ആ പ്രോട്ടോകോൾ എന്ത് ചെയ്യുന്നു? തിരിച്ചറിയാനായിട്ട് പറ്റാതെ പോകുന്നുണ്ട്. കുഞ്ഞുങ്ങൾ നമ്മൾ 2-3 പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അത് രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാന് പല പ്രോബ്ലംസും എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഇപ്പോഴത്തെ അങ്ങനെ ആയിരിക്കണമെന്നില്ല. ചില കുട്ടികളാണ് സംഭവിക്കുന്നത്. നമ്മൾ അറിയാതെ ഇളയ കുട്ടിക്ക് എന്ത് ചെയ്യുന്നു? അതുകൊണ്ടാണ് പപ്പ വരുമ്പോൾ ഇളയ കുട്ടിയിൽ ആദ്യം എടുക്കേണ്ടത്. മൂത്ത കുട്ടി എന്ത് ചെയ്യുന്നു? മോനെ കൂട്ടാ, അവനെ ഒന്ന് കെട്ടിപ്പിടിച്ച് കുരുമ കൊടുക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു കുഞ്ഞുമാവ? അവനോടാണ് കുഞ്ഞുമാവയുടെ 1 മിനിറ്റ് കൊടുത്താൽ മതി. കുഞ്ഞുമാവയുടെ വിശേഷം എന്നൊക്കെ ഉണ്ടായിരുന്നു. അവൻ പറയും, അപ്പൊ കുഞ്ഞുമാവ പള്ളി അല്ലെങ്കിൽ ഒന്ന് വീണായിരുന്നു, ഓക്കെ വെരി ഗുഡ്, നീ ശ്രദ്ധിച്ചോണം. ഇതിന് അവനെടുത്താൽ എന്ത് ചെയ്യുന്നു? കുഞ്ഞുമാവ എടുത്ത് അവനൊത്തിരി സന്തോഷം. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ആദ്യം കൊടുക്കുന്ന ആരുടെയില്ല? ചെറിയ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോഴും മൂത്ത കുട്ടി വേണം വാങ്ങിച്ചിട്ട് ഇളയ കുട്ടിക്കുള്ളത്. അപ്പൊ അവൻ എന്ത് ചെയ്യുന്നു? അങ്ങനെ വരുമ്പോ ഏതെങ്കിലും കാരണവശാൽ ഞാനും എന്റെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബനാഥനും നാഥയെ നമ്മൾ മരിച്ചുപോയി, അപ്പൊ അവരെന്ത് ചെയ്യുന്നു? ചേട്ടനെ അവര് റെസ്പെക്ട് ചെയ്യും. ചേട്ടൻ പറയാണ്, അപ്പനും അമ്മ ഇല്ല, നമുക്ക് ഈ സ്ഥലം ഇന്നപോലെ വീരം വെക്കാൻ നോക്കുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇന്ന പറയും, ഓക്കെ ഇങ്ങനെ അങ്ങ് തീർക്കാം, സമാധാനത്തോടെ തീരും. അല്ലെ അവൻ പറയും, എന്താ ഇളയവൻ പറയും, നിങ്ങളെക്കാൾ അധികമായിട്ട് അപ്പൻ എന്നെയാണ് സ്നേഹിച്ചത്, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യുന്നു? കൂടുതൽ. അവിടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ആ സിസ്റ്റം നമ്മൾ കീപ്പ് ചെയ്യുന്ന എപ്പോഴും പല പ്രശ്നങ്ങളും വീട്ടിൽ ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ, വേറെ അപ്പൊ എനിക്ക് മൂത്തവൻ അതുപോലെ വേറെ നേച്ചെന്ന് വെച്ചാൽ അവന് ഗേൾസ് ആയിട്ട് കൂട്ടൊന്നും ഇഷ്ടമല്ല. ഒരു ബേബി വരാണെങ്കിൽ വെറുതെ പറയും, എന്ത് പറഞ്ഞാലും ഗേൾ വേണ്ട, പോയി ഗേൾസ് കൊള്ളില്ല, അങ്ങനത്തെ ഒരു ഇത് പറയും. അത് സ്കൂളിലാണെങ്കിലും പ്രൈമറി 2 ആണ്, എന്നാ പോലും ക്ലാസ്സിൽ ലവ് അതൊക്കെ ഉണ്ട്. അപ്പൊ ഇവര് ലവ് ലെറ്റർ കിട്ടും. ഇവൻ അതെങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആരും അറിയിക്കില്ല, ബാഗിലുണ്ടാവും. അതപ്പോ ചെയ്യുമ്പോ നമുക്ക് പ്രയാസം. അതുപോലെ ഇവന്റെ ക്ലാസ്സിൽ വേറെ കുട്ടികൾ കരയുമ്പോൾ ഇവൻ അന്വേഷിച്ചു തരും, എന്തിനാ കരഞ്ഞ. അപ്പൊ അവര് ഗേൾസിനെ കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ആണ്, ചില പെൺകുട്ടികളുടെ ഉമ്മയൊക്കെ ചോദിക്കേണ്ടെന്ന് പറഞ്ഞു ക്ലാസ്സിൽ. അപ്പൊ ആ കുട്ടികൾ കരയുമ്പോൾ ഈ പെൺകുട്ടികളെ ഉപദേശിക്കാനൊക്കെ ചെല്ലും. പക്ഷെ ഇവന്റെ ഒരു നേച്ചർ വെച്ച് നോക്കുമ്പോ നമുക്കൊന്നും കുട്ടികളെന്ന് വിചാരിച്ചാലും നിൽക്കില്ല. അപ്പൊ എനിക്കറിയില്ല, അത് ചിലപ്പോ അവന്റെ ബോഡി നേച്ചറിൽ വരാം. അവരുടെ അമ്മേനെ കൊണ്ട് വെക്കും, അമ്മ കുളിപ്പിച്ചു, വേറെ വീടൊന്നും എന്നെ കുളിപ്പിക്കില്ല. ചെറുപ്പത്തിലെ തന്നെ ചില കുട്ടികൾ, ഇപ്പൊ ഇവ കുട്ടി പറഞ്ഞനുസരിച്ചാണ് കുട്ടിക്ക് പ്രായത്തിൽ കൂടുതൽ എന്ത് ചെയ്യുന്നു? പക്വത ഉണ്ട്. അവനെ എന്ത് ചെയ്യും? നല്ലൊരു ലീഡർഷിപ്പിലേക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. കാരണം അവന് LKG 2 പഠിക്കുന്നു, 2ാം ക്ലാസ്സിൽ. ഓക്കെ, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന 8 വയസ്സല്ല 9 വയസ്സാണ് അല്ലെ, 7 വയസ്സേ ഉള്ളൂ. പക്ഷെ അവൻ എന്ത് ചെയ്യുന്നു? പ്രായത്തിൽ കൂടുതൽ പക്വത പ്രകടമാക്കുന്നു. ഒരു കുട്ടി വിഷമിച്ചിരിക്കുമ്പോൾ ആ കുട്ടിയെ പോയി എന്ത് ചെയ്യുന്നു? അന്വേഷിക്കുന്നു, ആ പ്രശ്നത്തിൽ ഇടപെടുന്നു. പക്ഷെ അവൻ അതിനകത്ത് ഒരു പരിധി കൂടെ ഇടപെടാനൊട്ട് പെൺകൊച്ചിനെ പോയി ഉപദേശിക്കും, നീ ഇതൊന്നും ചെയ്യാൻ പാടില്ല, കല്യാണം കഴിഞ്ഞിട്ട് ചെയ്യണം കാര്യം ഇത് ഞങ്ങൾ പറഞ്ഞു. പക്ഷെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവൻ അപ്പയോടൊന്നും പറയും. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ ഉപദേശിച്ച പെണ്ണിനെ അങ്ങനെയൊക്കെ വിട്ടെന്ന് പറയും. അപ്പൊ ഞാനിതൊരു പ്രയറിന്റെ ടീച്ചറിനോട് പറഞ്ഞു, നിങ്ങൾ കുട്ടികൾ വേറെ ഇതിൽ പറഞ്ഞു കൊടുക്കുന്നതെന്ന് പറയുന്നത്. അവരെ ആയതൊട്ട് പറഞ്ഞു കൊടുത്തതിനോട് കല്യാണം കഴിഞ്ഞിട്ടാണ് ഉമ്മ വയ്ക്കേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരിത് എവിടെ നിന്ന് കിട്ടുന്ന അറിയാൻ പാടില്ല. ചില കുട്ടികൾക്ക് നമ്മള് ജന്മസിദ്ധമായിട്ട് തന്നെ ചില ഇൻബോൺ ടാലന്റ് ആയിട്ട് ചില പാട്ട് പാടാൻ ടാലന്റ് കിട്ടുന്ന പോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഈ വിശുദ്ധിയെ കുറിച്ചുള്ള ടാലന്റ് അവർ ബേസിക് ആയിട്ട് കിട്ടുന്നുണ്ട്. മനസ്സിലോ? നമ്മൾ ഈ ബാല വിശുദ്ധരുണ്ട്, മരിയ ഗുരുവത്തി, ഡൊമിനിക് സാവിയോ, ഇവരാരും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ പലപ്പോഴും പറ്റുന്നത്
നമ്മൾ ഇവര് ജനിച്ച ഉടനെ അവര് ചില കുട്ടികൾ ടാലന്റഡ് ആയിട്ട് തന്നെ ജനിക്കുക ഈ വിശുദ്ധിക്ക് വേണ്ടി. അതുകൊണ്ടാണ് അവർക്ക് ചെറുപ്പത്തിൽ തന്നെ സൂപ്പർ നാച്ചുറൽ ആയിട്ട് ഒരു സ്വഭാവം ബിഹേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പ്രൈസലോ. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കുഞ്ഞിനെ താരതമ്യം ചെയ്യുന്ന ആരുമായിട്ടാ? ഈ ഡൊമിനിക് സാവിയുമായിട്ടാ. ഇപ്പൊ എന്റെ കൊച്ച്, നിങ്ങളുടെ ഈ കൂട്ടത്തിൽ പാട്ട് പാടുന്ന കൊച്ച് ആരാ ഉള്ള? പാട്ട് പാടുന്ന മക്കള് പാട്ട് പാടും അല്ലെ? ആരാ പാടുന്നത്? എല്ലാരും പാടും. ഞാനിപ്പോ ഇവരെ പാട്ട് പാടി, ഇവര് രണ്ടുപേരും കുഞ്ഞുങ്ങളെ പാട്ടൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഈ പാട്ട് പാടുന്ന കഴിവ് എങ്ങനെ കിട്ടിയിരിക്കുന്ന? ഇൻബോണിൽ തന്നെ ജന്മനാ തന്നെ കുട്ടിയിൽ എന്ത് കിട്ടിയിരിക്കുന്നു? ഈ പാടാനുള്ള കഴിവ് കിട്ടിയിട്ടുണ്ട്. പ്രൈസലോ. അത് ജീവിത സാഹചര്യത്തിൽ ക്രിസ്ത്യൻ ധ്യാനമൊക്കെ വരുമ്പോ പുറത്തു വരുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്റെ കുട്ടിക്ക് പാടാൻ കഴിവ് കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, നൈറ്റിലിന്റെ കൊച്ചിനെ പോലെ പാടാൻ പറഞ്ഞ കുട്ടിക്ക് ഒരിക്കലും. ഇതേപോലെ ചില കുട്ടികളിൽ ജന്മനാ തന്നെ അവർക്ക് എന്ത് കിട്ടുന്നു? ഈ നല്ല ബിഹേവിയർ കിട്ടുന്നുണ്ട്. അവരെ ഇപ്പൊ ഈ കുഞ്ഞൊക്കെ അങ്ങനെയാണ് വരുന്നത്. ജന്മനാ തന്നെ അമ്മയുടെ സുഹൃതം കൊണ്ടല്ല, പപ്പായുടെ സുഹൃതം കൊണ്ടായിരിക്കണമെന്നില്ല. ചിലപ്പോ തലമുറയുടെ ഏതെങ്കിലും ഒരു നന്മയുടെ വശം. പള്ളി പോയി കരയും. എന്തെങ്കിലും ചോറുണ്ടെങ്കിൽ അമ്മായി ഉറങ്ങുന്ന സമയത്തൊക്കെ പള്ളി പോയി. അപ്പൊ പ്രാർത്ഥന പണ്ട് വലിയ മാതാൻ പള്ളി അവിടെ ഇരുന്ന് കരഞ്ഞ് ലാസ്റ്റ് ഒരു ആശ്വാസം എന്ന് പറയുന്നത് ആ മാതാൻ ചില്ലുമ്പോ തല മുട്ടിച്ചിങ്ങനെ അവിടെ ഇരുന്ന് കരയും. അപ്പൊ എപ്പോഴും പേടിയാണ്, കുഞ്ഞിന് ധരിച്ച് എന്തെങ്കിലും പറ്റുമോ അത്രയും വിഷമങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് മാതാവിന്റെ ഉദരത്തിൽ നിന്നോട്ടെ, എന്റെ വയറ് വീർത്താലും മാതാവിന്റെ ഉള്ളിൽ നിന്നോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കലായിരുന്നു. അതുപോലെ എനിക്കൊരു അനക്കൊന്നും ഉണ്ടാവില്ലായിരുന്നു. വൈകിട്ട് എപ്പോഴും ടെസ്റ്റിനോ അനക്കൂലാത്ത എന്താ നോക്കിയിട്ട് എനിക്ക് ജനിച്ചപ്പോ ഒരു ഫീൽ ഉണ്ടായത് തീർച്ചയായിട്ടും മാതാവിന്റെ ഉദരത്തിലായിരുന്നു. കാരണം ഈ നെറ്റിയും അവനൊരു പാടുണ്ടായി. ജനിച്ചപ്പോ തന്നെ ഇങ്ങനെ കച്ചെടുത്ത് പാടുണ്ടായി. കാലിലൊരു രോമത്തിന്റെ ഒരു ഭാഗത്തിന് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ആ പാട് അന്നേരം കാണുമ്പോൾ ഓർക്കുക തീർച്ചയായിട്ടും മാതാവ് ഒരു അടയാളം. അതും അവൻ ജനിച്ച ദിവസം ഡേറ്റിലല്ല, മാതാവിന്റെ പെരുന്നാളിന്റെ ദിവസം ജനിച്ചു. ഡിസംബർ 15-ാം തീയതി അമ്മേനെ എടുത്ത് വെക്കുന്നത് അടക്കല്ല 8-ാം എടുത്തിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് അതൊക്കെ വെച്ച് നോക്കുമ്പോ തീർച്ചയായിട്ടും മാതാവിന്റെ ഒരു. അപ്പൊ ഇത് നമ്മളുടെ കുഞ്ഞിനെ നമുക്ക് സ്വാധീനിക്കാം. ചിലത് ഇൻബോണി വരാം, ചിലപ്പോൾ ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന പോസിറ്റീവ് സ്ട്രോക്സ് ഉണ്ട്, പിന്നെ ഉദരത്തിലായി കിട്ടുമ്പോൾ പോസിറ്റീവ് എല്ലാം ഉണ്ട്. അപ്പൊ ഇവിടെയാണ് നമ്മുടെ അമ്മയുടെ അപ്പയുടെയും കടമ. അപ്പൊ ഈ കുഞ്ഞിനെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറ്റപ്പെടുത്തിയാൽ അവന്റെ ആ ലീഡർഷിപ്പ് ക്വാളിറ്റി, എന്നാൽ അവനെ പ്രോഗ്രസ് ചെയ്ത് കുട്ടാ നിനക്ക് ഭാവി നല്ലൊരു വിശുദ്ധനായി തീരാൻ, അശുദ്ധനായി തീരാൻ സാധിക്കും. സഹായിച്ചു കൊടുത്താൽ അവന്റെ കഴിവ് എന്ത് ചെയ്യും? ക്രിയേറ്റീവാ. പിന്നെ ഇക്കിളി കൂട്ടുന്ന അത് ചിലവരുടെ ബോഡി നേച്ചറാണ്. ചിലർ കൂടുതലുണ്ട്, ചിലർക്ക് ഒട്ടും. അല്ല, അത് യൂറോപ്പിലെല്ലാം ഉണ്ട്. എന്ത് ചെയ്യുന്നു, 10 വയസ്സൊക്കെ ആകുമ്പോൾ ഗേൾഫ്രണ്ട് ബോയ് ഫ്രണ്ട് ഇല്ലെങ്കിൽ അവർ വിചാരിക്കും എന്തോ കുട്ടിക്ക് എന്തോ മാനസികമായിട്ട് എന്തോ കുഴപ്പമുണ്ടെന്ന്. അത് അവരുടെ കൾച്ചറിന്റെ ഭാഗമായിട്ടാണ്. നമ്മുടെ കുഞ്ഞിന്റെ നമ്മുടെ ഇവിടെയാണ് നമ്മള് കുട്ടിയെ മനസ്സിലാക്കി കുട്ടിയെ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പ്രൈസലോ, ഹല്ലേലൂയ. അപ്പൊ ഇവിടെയാണ് നമുക്ക് നിങ്ങളുടെ ഗ്രൂപ്പൊക്കെ കൂടുമ്പോൾ ഇങ്ങനത്തെ കുട്ടികളെ കണ്ടെത്തിയിട്ടാണ് ലീഡർഷിപ്പിലേക്ക് നമ്മള് അവര് വഴിക്ക് എന്ത് ചെയ്യുന്നു, മറ്റു കുട്ടികളെ സ്വാധീനിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ഓക്കെ, ഒരാളുടെ പറയാം, ഇത് നമുക്ക് പ്രാർത്ഥിക്കാം. പറഞ്ഞു. എന്റെ കൊച്ചിന്റെ പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ വളരെ കാമാണ്. പിന്നെ ഈ അണ്ടർസ്റ്റാൻഡ്, ഇപ്പൊ നമ്മൾ പറയാണ് ഇനിയൊരു സാധനം മേടിക്കണ്ട, അപ്പൊ നമുക്ക് കയ്യിൽ കാശില്ല, അല്ലെങ്കിൽ പറയാൻ നല്ല സാധനമല്ല. ഈ അക്സെപ്റ്റ് എവറിത്തിങ്, ഈ നെവർ റിജക്ട്. പിന്നെ കാര്യം എന്ന് വെച്ചാല് വേറെ ഒരാളെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഹെൽപ്പ് ഓഫർ ചെയ്യും, പോയി ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. നെഗറ്റീവായിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യവും മറന്നുപോകും. പിന്നെയെന്ന് വെച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതാനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സ്ലോ ആണ്. അപ്പം പിന്നെ വേറെ കാര്യം വെച്ചാൽ റീസെന്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഹി ഡസന്റ് ഹാവ് ഹിസ് ഓൺ ലൈക്സ്. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ നിനക്ക് എന്താണ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ വാട്ട് എവർ യു ലൈക്ക് യു വൈറ്റ് ഫോർ. കാരണം അവന്റെ ഒരു ലൈക്സ് പുറത്ത് വരാതായി എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ രണ്ടാമത്തെ കൊച്ചുണ്ടായി കഴിഞ്ഞപ്പം ഐ പുട്ട് ലോട്ട് ഓഫ് റെസ്ട്രിക്ഷൻസ് ഓൺ. പിന്നെ
എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ പണിഷ്മെന്റിന്റെ ലെവൽ കൂടിപ്പോയി. പിന്നെ മറന്നു പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്റെ സ്വഭാവമാണ്. കാരണം ഐ ഡോണ്ട് റിമെമ്പർ എനിത്തിങ്. ഐ എം വെരി ബാഡ് ഇൻ കീപ്പിംഗ് തിങ്സ് ഇൻ വെരി ഗുഡ് ട്രാക്ക്. അതെനിക്ക് പോസിറ്റീവ് ആയിട്ട് നെഗറ്റീവ് ആയിട്ട് തോന്നുന്ന കാര്യം. നമുക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങനെ റിക്കവർ ചെയ്യുന്നതാണ്. പ്ലീസലോ ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞു നമ്മളെ ചില കുട്ടികൾ അന്തർമുഖരായിട്ട് ഡിസിഷൻ ഇല്ലാത്തത്. ഞാൻ ഡിസിഷൻ പറഞ്ഞാലും പപ്പായ്ക്ക് യാതൊരു മാറ്റവും ഇല്ല. പപ്പായുടെ തീരുമാനം ഇതാണ്. സ്വീകരിക്കാത്ത കുട്ടി ഒരിക്കലും പിന്നീടൊന്നും പറയത്തില്ല. എന്നാൽ കുട്ടി പറയുന്നതൊക്കെ നമ്മൾ സ്വീകരിക്കുന്ന ഇതിലോട്ട് വരുവാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുന്നു? കുട്ടി പതുക്കെ മറ്റൊന്നുമില്ല. അപ്പൻ തീരുമാനിച്ചു പോകണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നിനക്ക് പോകണമെന്ന് ചോദിച്ചാൽ എന്തിനു വെറുതെ അപ്പനെ ബുദ്ധിമുട്ടിക്കേണ്ട. അവിടെയാണ് നമ്മൾ കുട്ടിയെ, നിങ്ങൾക്ക് നമ്മുടെ കുഞ്ഞിനെ മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ കുട്ടിയുമായിട്ടുള്ള പല പ്രോബ്ലംസ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെയാണ് ഇന്നലെ പറഞ്ഞത് കൃപ കണ്ടെത്തുക. ഞാനും എന്റെ മക്കളുമായിട്ടുള്ള മൂത്തവളുമായിട്ടോ ഇളയവളുമായിട്ടോ എന്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തില് കൃപകളെ കണ്ടെത്തുമ്പോൾ എനിക്ക് ആ കുഞ്ഞെപ്പോഴും എന്ത് ചെയ്യുന്നു? ജീവിതത്തിൽ നന്മ തരുന്നതായിട്ട്. ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് പോകുമ്പോ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോ എന്റെ രണ്ടാമത്തെ കുട്ടി അവളെ ഒരു മരിയെന്നാണ്. ഞാൻ ചെല്ലുമ്പോഴേ അവള് പറയും എന്ത് ചെയ്യുന്നു? കടയിൽ പോണം. അപ്പൊ ഞാൻ പറയുന്നു ഇത്രയും ദിവസം ഉണ്ടായിട്ട് ഇന്ന് ഞാൻ വിചാരിക്കുന്നത് ഞാനൊരു പ്രോഗ്രാം കഴിഞ്ഞ് ചെന്ന് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യണം? ഒന്ന് കിടക്കണം, പിന്നെ റിലാക്സ് ചെയ്യണം. പിന്നെ അടുത്ത കാര്യം നമുക്ക് ശുശ്രൂഷയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഇവിടുത്തെ ചൊവ്വാഴ്ച ചെന്നാൽ ബുധനാഴ്ച ഇരിഞ്ഞാലക്കുടയ്ക്ക് അവിടെ ലീഡേഴ്സിന്റെ പ്രോഗ്രാം ഉണ്ട്, ട്രെയിനിങ് പ്രോഗ്രാം. അവിടേക്ക് പോകണം. ഞായറാഴ്ച വരും. പിന്നെ ഷാലോയിൽ പോകണം. അവിടെ ഇവിടെ അട്ടപ്പാടിക്ക് പോകണം. അപ്പൊ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ദിവസം കൊണ്ട് കുറെ കാര്യം ചെയ്യാനാണ്. അപ്പൊ ചെല്ലുമ്പോഴേ ഈ കുഞ്ഞിത് പറയും. അപ്പൊ ഞാനെന്താ അവളോട് ചൂടാവും. നീ എന്തിനാ ഇതൊക്കെ പറയുന്നത്? നിനക്ക് ഇത്രയും ദിവസം ആരെങ്കിലും പോയി മരുന്ന് തന്നെ വാങ്ങിക്കാൻ മേലെ വാങ്ങിക്കട്ടെ. എന്താ ഒരു പെൻസിലോ ഒരു സ്കെയിലോ ഉള്ളു. അപ്പൊ സ്കൂളിൽ അത് കിട്ടും. പിന്നെ എന്തിനാണ്? അപ്പൊ ഞാൻ പൈസ കൊടുത്താൽ ഇവള് പോകത്തില്ല. അപ്പോഴെന്ത് ചെയ്യുന്നു? ചെന്ന് 1 മണിക്കൂറിനകം അവളുമായിട്ട് എന്ത് ചെയ്യും? വഴക്ക് പിടിക്കും. അപ്പൊ നമ്മൾ വഴക്ക് പറയും, അവള് വിഷമിക്കും, അത് കിടക്കും. നമ്മളെ ഒരാഴ്ച കാണാത്തതിന് സങ്കടം, കൊച്ചിന് സങ്കടം പോകുന്നു, സങ്കടം വർദ്ധിക്കുന്നു. നമ്മുടെ സമാധാനം പോവാണല്ലോ വഴക്ക് പിടിച്ച് കഴിയുമ്പോ ആകെയില്ല. അപ്പൊ ഈശോ ഇതെന്നെ പരിപാടി. ഇങ്ങനെ എന്നും വന്ന് ഈ കൊച്ചിന് എന്ത് ചെയ്യണം? സ്കെയിലും വാങ്ങിക്കണം, പെൻസിലും വാങ്ങിക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ അഡ്വാൻസ് ആയിട്ട് ഒരു സ്കെയിലും പെൻസിലും വീട്ടിൽ മാറ്റി വെച്ചു. എന്നിട്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നില്ല. അപ്പൊ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ആലോചിച്ചു, ഈശോ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ വരികയാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവൾക്ക് ഇത്രയേ ഉള്ളൂ. ഞാൻ ചെല്ലുമ്പോ എന്റെ കൂടെ എന്ത് ചെയ്യണം? പുറത്തൊന്ന് ഇത്രയേ ഉള്ള ആഗ്രഹം, വേറെ ഒന്നുമില്ല. അതിനൊരു കാരണം കണ്ടുപിടിക്കണം. എന്താ? സ്കെയില് വേണം, പെൻസില് വേണം. അത് അന്ന് വരെ ഇന്ന് വരെ. ഇപ്പൊ സ്കെയിലല്ല, അവളുടെ ചിന്തയിൽ മാറ്റം വന്നു. അവക്ക് എന്ത് ചെയ്യണം? അപ്പന്റെ കൂടെ ഒന്ന് പുറത്തു പോകണം. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ചെല്ലുമ്പോ എന്താ? അവളെ പുറത്തു കൊണ്ടുപോകാൻ ചെല്ലുമ്പോൾ തന്നെ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞേക്കണം, നമുക്ക് വൈകുന്നേരം പുറത്തു പോകാം. അപ്പൊ അതോടെ എന്ത് ചെയ്യണം? കുട്ടിക്ക് സന്തോഷമായി. അപ്പൊ ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ അതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. അവളെ അവഗണിക്കുന്ന അവൾക്ക് തോന്നുന്നതായിരിക്കാം. അല്ലെ അവൾക്ക് ഈ ഒരാഴ്ച ഇല്ലാത്തൊരു സാന്നിധ്യം, അപ്പന്റെ സാന്നിധ്യം ഇങ്ങനെ പോകുമ്പോൾ കിട്ടാൻ വേണ്ടി അവള് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അവിടെയാണ് മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഒരിക്കലും കുഞ്ഞുങ്ങളെ ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് തോന്നും തൊട്ടടുത്ത കടയിൽ കിട്ടുകയല്ല, അവർക്ക് ഇത്രയേ ഉള്ളൂ. അപ്പന്റെ കൂടെ എന്ന് എന്ത് ചെയ്യണം? ഒന്ന് സമയം സ്പെൻഡ് ചെയ്യാം. എത്രയോ ആഗ്രഹിക്കുന്നുണ്ട്. അതിനപ്പൻ എന്ന് കൊടുത്താൽ എന്ത് ചെയ്യുന്നു? അപ്പന് സന്തോഷം, കുട്ടിക്കും. ഇവിടെ നമ്മള് നമ്മുടെ അടുക്കളയിലേക്ക് വരുന്ന ഏതൊരു കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണമെങ്കിൽ ആര് സഹായം വേണം? പരിശുദ്ധ. അവർക്ക് ആര് സഹായം? ഈ സഹായം തേടുമ്പോ ഓരോ കുട്ടിയെ കുറിച്ചുള്ള വിവിധങ്ങളായ വശങ്ങൾ നമുക്ക് കിട്ടും. അതിനനുസൃതമായിട്ടുള്ള ഹീലിംഗിലേക്ക് ആരെ നയിക്കണം? കുഞ്ഞുങ്ങളെ നയിക്കണം. കുഞ്ഞുങ്ങളെ ഹീലിംഗ് കിട്ടാനായിട്ട് വഴികളുണ്ട്. ഒന്നാമത്തെ വഴിയാണ് നമുക്ക് ഇങ്ങനെയുള്ള കുട്ടികൾ, ഒന്ന് വചന ശുശ്രൂഷ. നമ്മൾ അതിനാണ് ധ്യാനത്തിൽ നമ്മൾ ഇന്ന് വചനങ്ങൾ പങ്കുവെക്കുന്നത്. 2 പ്രാർത്ഥനാ ശുശ്രൂഷ. കുട്ടികളെ ഹീലിംഗിന് വേണ്ടി എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിപ്പിക്കുന്നു. വചന ശുശ്രൂഷ എന്താ? വചനം വായിച്ച രോഗികളെ സൗഖ്യപ്പെടുത്തി ഹീലിംഗിന് വേണ്ടി. 3ാമതാണ്
കുട്ടിക്ക് എന്ത് ചെയ്യുന്നു, ഓപ്പൺ ഷെയറിങ് വെക്കും. നമ്മള് കുട്ടിയുടെ എല്ലാ കാര്യവും പറയാൻ പറയും. കൗൺസിലിംഗ് എന്നൊക്കെ പറയും. നാളെ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കണം. കൗൺസിലിംഗ് എന്ന് പറയും. കുട്ടി എന്ത് ചെയ്യുന്നു, ഉള്ള കാര്യങ്ങളൊക്കെ കുട്ടി ഒന്ന് തുറന്നു പറഞ്ഞാലുള്ള ഗുണം എന്താ, കുട്ടിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് എളുപ്പം സാധിക്കും. ഇന്ന പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഇപ്പൊ മമ്മി പറഞ്ഞു, മമ്മിയുടെ കുഞ്ഞിന് ഇന്ന ഇതുണ്ട്, വിഷമമുണ്ട്. അങ്ങനെ കുട്ടി തിരിച്ചറിയണമെന്നില്ല. ഇപ്പൊ നമ്മുടെ ആ മമ്മിയല്ലേ പറഞ്ഞു കുഞ്ഞിന്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാണ്. എന്ത് ചെയ്യുന്നു, മമ്മി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു സ്വന്തം കുഞ്ഞായിട്ട്. നമ്മളോട് പ്രാർത്ഥിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, സൗഖ്യം ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വചന ശുശ്രൂഷ, കാരണം കുട്ടികൾ വചനം കൊടുക്കുന്നു. രണ്ട് പ്രാർത്ഥനാ ശുശ്രൂഷ. പ്രാർത്ഥനയിൽ പലത് വരുന്നു. അനുതാപ പ്രാർത്ഥന, പല പ്രാർത്ഥനകളുണ്ട്, പല രീതികളൊക്കെ ആയിട്ട്. മൂന്നെന്താണ്, ഓപ്പൺ ഷെയറിംഗിലായിട്ട് വരുന്നു. നാലാമത് നമുക്ക് അത് കൂദാശകളെ ബന്ധിക്കപ്പെടുകയാണ്. കുർബാന എല്ലാ കൂദാശകളും കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുന്നു, സൗഖ്യത്തിലേക്ക് നയിക്കും. ഉദാഹരണമായിട്ടൊരു കുട്ടി ഒരു പാപ സ്വഭാവമാണെങ്കിൽ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും, ചില തടക്കദോഷം. പക്ഷെ അത് നിരന്തരം അനുതാപവും നിരന്തരം കുമ്പസാരം വഴിയാണ് കുട്ടിക്ക് എന്ത് ചെയ്യുന്നു, ഹീലിംഗ് കിട്ടുന്നത്. ഒറ്റയടി കിട്ടണമെന്നില്ല, നിരന്തരമായിട്ട്. ഇപ്പൊ നിരന്തരം അനുതാപം വരുന്നുണ്ട്, നിരന്തരം എന്ത് ചെയ്യുന്നു, നമുക്ക് രോഗശാന്തി ശുശ്രൂഷയുണ്ട്. നിങ്ങൾക്കറിയാം, സുഖമില്ലാതെ കിടക്കുമ്പോൾ അച്ഛന്മാർ വന്ന് എന്ത് ചെയ്യുന്നു, അന്ത്യകുദാശ എന്ന് പറഞ്ഞാൽ എന്താ, രോഗശാന്തി ശുശ്രൂഷ. ആക്ച്വലി രോഗിയെ സുഖപ്പെടുത്തുന്ന തൈലം പൂശി പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നത് ഏറ്റവും വലിയ സൗഖ്യം എന്താ, ഏറ്റവും വലിയ സൗഖ്യം, ഏറ്റവും വലിയ സൗഖ്യം എന്താ, അല്ല, മരണമാണ് ഏറ്റവും വലിയ. അത് പിന്നെ രോഗമില്ല, ഭാവമില്ല, ദുഃഖമില്ല, ശരിയല്ലേ? പിന്നെ എന്തെങ്കിലും ഉണ്ടോ, പരാതിയുണ്ടോ, പിന്നെ കൗൺസിലിംഗിന് ആവശ്യമുണ്ടോ? ഒന്നും വേണ്ട. മരണം ഏറ്റവും വലിയ സൗഖ്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനെ തിരിച്ചറിയേണ്ട, സ്വയം മരിക്കാൻ പോയിരുന്നാ മതി. മരണം ഏറ്റവും വലിയ സൗഖ്യമാണ്. കൂദാശകളിലേക്ക് കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുക, എത്തിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അഞ്ചാമത്തെ മേഖലയാണ് ഡെലിവറൻസ്. അത് വളരെ കുറച്ച് കുട്ടികൾക്ക് ആവശ്യമുള്ളതാണ് ഡെലിവറൻസ്. തിന്മയിൽ നിന്നുണ്ടല്ലോ ശക്തമായ വിടുതൽ എന്ന് പറയുന്നത്, തിന്മയായിട്ട് ബന്ധപ്പെട്ട്. ആറാമത്തെ കാര്യം, ഇത് ഹീലിംഗ് നടക്കുന്നുണ്ടെങ്കിലും ഹീലിംഗ് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണമെങ്കിൽ ഫിസിയോതെറപ്പി വേണം. എഴുതുക, ഫിസിയോതെറപ്പി, ആത്മീയ ഫിസിയോതെറപ്പി. ഉദാഹരണമായിട്ട് ഇപ്പൊ എന്റെ കൈ ഒടിഞ്ഞു. കൈ ഒടിഞ്ഞാൽ എക്സ്റേ എടുക്കുന്നു, പ്ലാസ്റ്റർ ഇടുന്നു. 45 ഡേയ്സ് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇതിൽ നോക്കുന്നു, എക്സ്റേ എടുക്കുന്നു, ക്ലിയർ ആയിരിക്കുന്നു. അതെന്ത്, പ്ലാസ്റ്റർ പൊട്ടിക്കളയുന്നു. പിന്നെ എന്റെ കൈ, അപ്പോഴും എന്റെ കൈ എങ്ങനെ ഇരിക്കും, റിക്കാർഡിക്കലായിട്ട് എന്റെ കൈ സുഖപ്പെട്ടു. പക്ഷെ കൈയുടെ പഴയ ഫംഗ്ഷൻ വരുന്നില്ല. മരുന്നുകൾ എന്ത് ചെയ്യണം, എക്സസൈസ്, തെറപ്പി ചെയ്യണം. ഇതേപോലെ ഇപ്പൊ ചേച്ചിയുടെ കൊച്ചിന് എന്ത് ചെയ്യണം, തെറപ്പി കൊടുത്താൽ എന്ത് വരുള്ളൂ, ആ കുട്ടി അന്തർമുഖനായ കുട്ടി എന്ത് വരുള്ളൂ, പുറത്തോട്ട് വരുത്തുള്ളൂ. പക്ഷെ അവനിപ്പോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹീലിംഗ് കിട്ടും ഷുവറായിട്ടും. പക്ഷെ അവന്റെ ഹീലിംഗ് പ്രകടമാകണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞതുപോലെ അവന് പ്രവർത്തിക്കാൻ ഒരു പ്ലേസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരുക്കി കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ദൈവമേ നന്ദി. അവിടെയൊക്കെയാണ് മമ്മിയുടെ പപ്പായുടെ കടമ വരുന്നത്. ഞാൻ എപ്പോഴും പറയല്ലോ, ഈ സ്പേസിൽ വളരെ പ്രധാനപ്പെട്ട സ്പേസ്. ഈ സ്പേസ് നമ്മൾ കൃത്യമായിട്ട് കൊടുത്താൽ കുട്ടി ഒരിക്കലും കളയാകത്തില്ല. കുട്ടി എപ്പോഴും എന്ത് തന്നെയാ, വിളയായിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ചില കുട്ടികളുടെയൊക്കെ ലൈഫ് ഹിസ്റ്ററി നോക്കും കാണാം, ICC സിലബസിൽ കളയായിരുന്നു, CB സിലബസിൽ കളയായിരുന്നു, അവനെ പുറത്താക്കി. കേരള സിലബസിലും ചെന്നപ്പോഴേ അവൻ എന്താ മാറി, വിളയായിട്ട് മാറി. കാര്യം അവന് പറ്റുന്ന പ്രതലം വന്നപ്പോൾ അവൻ എന്ത് കാണിച്ചു കൊടുത്തു, റിസൾട്ട് ഉണ്ടാക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്രയോ കുട്ടികളുണ്ട് പഠന മേഖലയിൽ ആരും ബോറല്ല, ഒട്ടും പഠിക്കത്തില്ല, പക്ഷെ ആക്ടിവിറ്റീസിൽ എന്ത് ചെയ്യുന്നു, ഒരു മിടുക്കരാണ്. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, അവരെ പഠിക്കാൻ നിർബന്ധിച്ചാൽ അവരെന്ത് വരും, കളയായി തീർന്നുകൊണ്ടിരിക്കും. ആക്ടിവിറ്റീസിലോട് തിരിച്ചാലോ വിളയായിട്ട് അവർക്ക് ശോഭിക്കാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. അപ്പൊ കുട്ടിയുടെ ഭാവി ആരുടെ കയ്യിലിരിക്കുന്നത്? പേരൻസായ നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ കുഞ്ഞുങ്ങളുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റും. അതൊരു ജ്ഞാനം ദൈവം നമുക്ക് തരും. അതനുസരിച്ച് കുട്ടിക്ക് നമ്മൾ എന്താണ് സ്പേസ് ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുക. ആക്ടിവിറ്റീസ് ഇപ്പൊ നന്നായിട്ട് പാടുന്നൊരു കുട്ടി, അവന് പാടാൻ എപ്പോഴും ഒരു അവസരം കൊടുത്താൽ അതുവഴി എന്ത് ചെയ്യണം, അവന് പഠിക്കാൻ പറ്റും. ഇപ്പൊ ഡാൻസിനോട് താല്പര്യമുള്ള കുട്ടി, അവൻ ഇച്ചിരി ഡാൻസ് ചെയ്യാനായിട്ട് ആ പെൺകുട്ടിക്ക് ഇത് കൊടുത്താൽ അവൾ എന്ത് ചെയ്യും? പിന്നെ വന്നിരുന്ന് പഠിക്കും. പക്ഷെ അവളുടെ ജന്മസിദ്ധമായ ഒരു കഴിവിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ എന്ത് ചെയ്യും? അവർക്ക് ആ കുട്ടിക്ക് ഒരിക്കലും നിങ്ങൾക്ക് ആ കുട്ടിയെ ഒരു പരിധിക്കുള്ള കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ഒരു മമ്മിക്കും പപ്പായ്ക്കും ചെയ്യണമെങ്കിൽ മമ്മിയും പപ്പായും എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് റിസ്ക് എടുക്കാനായിട്ട് വില കൊടുക്കാൻ തയ്യാറാകണം. നിങ്ങളുടെ കുട്ടി ഒരു പക്ഷെ പഠനത്തിൽ ഇച്ചിരി മോശമാണെന്ന് കരുതുമ്പോ നിങ്ങൾ അവൻ അടിച്ചു ഇടിച്ചു അല്ല എങ്ങനെയും പഠിപ്പിച്ചേ മതിയാന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവനിൽ കിടക്കുന്ന ഒരു സ്പോർട്സ് താരം, അവനിൽ കിടക്കുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ത് ചെയ്യുന്നു? അടിച്ച് തകർന്ന് പോകുമായിരിക്കും. അവിടെയാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? എന്റെ കുട്ടി ഇച്ചിരി പഠിക്കുന്നില്ല, ഓക്കെ ശരിയാ, അതിന്റെ പേര് ആരും കളിയാക്കുമ്പോൾ എന്ത് ചെയ്യണം? എന്റെ കുട്ടി പഠിക്കുന്നില്ല, അംഗീകരിക്കണം. പഠിക്കാൻ വേണ്ടിയുള്ള അവസരങ്ങൾ കൊടുക്കുന്നു, പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ പേരിൽ അവന്റെ മറ്റ് കഴിവുകളെ നശിപ്പിക്കരുത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം നമ്മളിവിടെ ഇരിക്കുന്ന ഏതൊരു മാതാപിതാക്കൾക്ക് അറിയാം, നമ്മുടെ മാതാപിതാക്കൾ ചിന്തിച്ചതും ആഗ്രഹിച്ചതും ഒന്നുമല്ല നമ്മള്. അല്ലേ? നിങ്ങളെ 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ മമ്മി ചിന്തിച്ചായിരുന്നോ എന്റെ മകളെ എന്ത് ചെയ്യണം, സിംഗപ്പൂര് കൊണ്ട് ജോലിക്ക് വിടണം? ചിന്തിച്ചായിരുന്നോ? ഇല്ല. നമ്മുടെ മക്കളും നമ്മൾ ചിന്തിക്കുന്നവർക്കൊന്നും നിൽക്കുന്നില്ല, നിക്കത്തുമില്ല. അവർ പ്രായമായി. ഞാൻ ചിന്തിക്കുന്ന പോലെയല്ല എന്റെ മോള് ചിന്തിക്കുന്നത്, എന്റെ മകൻ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം പറയപ്പെട്ടത്. ഞാൻ ഓർക്കുന്ന ഒരു അധ്യാപകന്റെ അനുഭവം പറഞ്ഞാണ്. അദ്ദേഹം LP സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നപ്പോൾ അദ്ദേഹം ഒരു വെള്ളം കുടിക്കാൻ താല്പര്യം വന്നു, ആഗ്രഹം വന്നു. ആ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന കൊച്ചുണ്ട്, പെൺകുട്ടി. അവളോട് പറഞ്ഞു ഒരു വെള്ളം എടുക്കുന്ന ഒരാൾ. അവളെന്ത് ചെയ്യും? അവിടെ പോയി പൂജയ്ക്കാൻ നോക്കി വെള്ളമില്ല. അവള് പോയ പോലെ തിരിച്ചു വന്നു. അപ്പൊ സാറിന് വെള്ളം കുടിക്കാൻ ദാഹമുണ്ട് താനും. അപ്പൊ സാറ് അവിടെ ഈ പഠന വൈകല്യം ഒരു കുട്ടിയുണ്ടായിരുന്നു. വെച്ചാൽ ഒന്നും പഠിക്കില്ല, എഴുതുകയില്ല, വായിക്കുകയൊന്നും ചെയ്യത്തില്ല. അവനോട് പറഞ്ഞു എടാ ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അവന്റെ 5 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും? വെള്ളമായിട്ട് തിരിച്ചു വന്നു. അവൻ ചെന്നപ്പോ പൂജയ്ക്കകത്ത് വെള്ളമില്ല. അവൻ നോക്കിയപ്പോ എന്താ, മതിലിയാടി അപ്പുറേ പോയിട്ട് അയലോകത്തെ വീട്ടിൽ പോയി വെള്ളം എടുത്തോണ്ട് വന്നു. പ്രായോഗിക ബുദ്ധി ആർക്കാ? നമ്മൾ വിചാരിക്കുന്ന ഇതല്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, യേശുവേ നന്ദി. നമ്മുടെ ഇതിൽ ഇംഗ്ലീഷ് പഠിച്ചില്ലെങ്കിൽ മൊത്തം ജീവിതം കണക്ക് പഠിച്ചില്ലെങ്കിൽ സൈനബൈ ഗോസേബൈ ഇവരെന്നാ കൊന്ന പടച്ചക്രം സൈന ഗോസ. അപ്പൊ വേറെ വല്ലയില്ലേ? ഇല്ല, ഇത് പഠിച്ചില്ലെങ്കിൽ നിനക്ക് ഭാവി. ഇവിടെ നമ്മളിപ്പോ ഏത് ബിസിനസ്സുകാരെ എടുത്തോ, ഇപ്പൊ നമ്മളിപ്പോ റിലയൻസിനെ കുറിച്ചൊക്കെ പറയുന്നു. റിലയൻസിന് ആരും അപ്പൻ എന്താ വിദ്യാഭ്യാസം ഉള്ളത്? മക്കളെയെല്ലാം പഠിപ്പിച്ചു. മക്കളിപ്പോ അതിന്റെ പേരിൽ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു. അതിന് അടുത്ത തലമുറ അവിടേക്ക് എന്ത് ചെയ്യുന്നു? ഇതെല്ലാം മിക്ക വീട്ടിലും പോകും. കാരണം അങ്ങനെ വരുന്നതൊക്കെ എല്ലാം സംഭവിക്കുന്നത് അവിടെയാണ്. നമ്മള് മക്കളുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ വെച്ചാൽ അവരെ പഠിപ്പിക്കുന്നതൊന്നുമല്ല. ഈ ഏതൊരു കുട്ടിയെ കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഞാൻ എന്റെ ചെറുപ്പത്തില് ഞാൻ ആരോടും മിണ്ടത്തില്ലായിരുന്നു. എനിക്ക് ഒരു കഴിവുമില്ലാത്ത കുട്ടിയായിരുന്നു. വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചാണ്. എന്നെ എല്ലാവരും വിളിക്കും മന്ദബുദ്ധി, കഴുത, ബലിരാമ, ഇഷ്ടംപോലെ പേരെന്നെ വിളിച്ചിട്ടുണ്ട്. അതൊക്കെ സത്യമായിരുന്നു, വേറെ കാര്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ മമ്മി എന്നെ കുറിച്ച് എന്റെ വീട്ടുകാരൊക്കെ അവരോട് പറയും പട്ടി അന്തയ്ക്ക് പോയാലോ വരുന്ന പോയാളെന്ന് പറയും. കാര്യം ഒരു സാധനം വാങ്ങിക്കാൻ പോയി 2-3 പ്രാവശ്യം പോയാലും എനിക്ക് സാധനം വാങ്ങിച്ചോണ്ട് വരാനായിട്ട് അന്നത്തെ രീതിയിൽ ചെറുപ്പത്തില്. കാരണം 1 കിലോ അരി വാങ്ങിക്കാൻ പോയാൽ അരി വാങ്ങിച്ചോണ്ട് വരാൻ പറയും. ചെല്ലുമ്പോൾ കടക്കാരൻ ചോദിക്കും എന്തരി വേണം. അപ്പൊ എനിക്ക് കൺഫ്യൂഷനാണ്. ഞാൻ പോയ പോലെ എന്ത് ചെയ്യുന്നു? തിരിച്ചു വരും. അപ്പൊ വീട്ടിൽ 2 ചീത്ത പറയും. എന്നിട്ട് പറയും കുത്തിരി അല്ലയുടെ കഞ്ഞി വെക്കാം, നീ പോയി പട്ടി. അപ്പൊ ശരിയാ, പട്ടി അന്തേക്ക് പോയത് നിങ്ങൾ കൊണ്ടുവരുമോ? ഇല്ല. അപ്പൊ വീട്ടിൽ ചെല്ലുമ്പോ ചേട്ടൻ ചോദിക്കും 10ന്റെ വേണോ 7ന്റെ വേണോ? അപ്പോഴും എനിക്ക് കൺഫ്യൂഷനാണ്.
ഏതാണ് വാങ്ങിക്കേണ്ടത്? വീണ്ടും എന്ത് ചെയ്യുന്നു? വീട്ടിൽ വരും. അത് ഒരു പ്രാവശ്യം എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് സ്ഥിരം സാധനം. അങ്ങനെ ഞാൻ 9ാം ക്ലാസ്സിൽ കയറി 8ാം ക്ലാസ്സിൽ കയറി ഷട്ടിൽ കളിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഷട്ടിൽ കളിച്ച്, പക്ഷെ ക്വാർട്ടറും കളിക്കും. പക്ഷെ ജയിച്ചാലും സമ്മാനം വാങ്ങിക്കാൻ എന്നെ കൊണ്ട് പറ്റിയാണ്. കിടുകിടാ വിലയ്ക്കും. ആൾക്കാരെ ഫേസ് ചെയ്യാൻ എന്നെ കൊണ്ട് ഒട്ടും പറ്റത്തില്ല. അങ്ങനെ ഞാൻ സ്റ്റേറ്റ് ടീമിലും നാഷണൽ ലെവലൊക്കെ ഡബിൾസ് ഒക്കെ ജയിച്ചു. കളിക്കാൻ ഇറങ്ങുമ്പോൾ കളിക്കുന്നതിന് എല്ലാ പ്ലേയേഴ്സും വ്യായാമം ചെയ്യും. ഞാൻ ചെയ്തില്ല, കാരണം ആൾക്കാരെന്നെ ശ്രദ്ധിക്കും. അപ്പൊ ഞാൻ കളിക്കാൻ ഇറങ്ങും, ഷട്ടിൽ കളിക്കും. ആദ്യത്തെ 5-8 പോയിന്റ് വരെ മറ്റേ ആൾ ലീഡ് ചെയ്യും. പക്ഷെ പിന്നെ അങ്ങോട്ട് കളി വന്നു കഴിയുമ്പോൾ ഞാൻ ചത്ത് കിടന്ന് കളിക്കും. പിന്നെ ഞാൻ ആരെ നോക്കത്തില്ല, ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ കളി കഴിഞ്ഞ് നോർമലായി കഴിയുമ്പോഴത്തേക്കും ആകെ പേടി, ഭയം. ഞാനങ്ങനെ കളിച്ചത് എല്ലാവരും. പിന്നെ നമ്മളിപ്പോ കളിച്ച് ജയിച്ചു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ വന്നവര് കോളേജിലൊക്കെ പഠിച്ചപ്പോ യൂണിവേഴ്സിറ്റി ടീമിലൊക്കെ ഉണ്ടായിരുന്നു, പെൺകുട്ടികളൊക്കെ നന്നായിട്ട് കളിക്കും. പക്ഷെ ഇവരെനിക്ക് അവരടുത്ത് വരുമ്പോ ഞാൻ ഇറക്കി ഓടി, നമ്മള് പറയാം മാറി വെക്കുക. അങ്ങനെ ധ്യാനം കൂടി യേശു അനുഭവത്തിൽ വന്നു. പിന്നെ നവീകരണത്തിൽ വന്നപ്പോൾ എന്റെ ഒരേ ഒരു പ്രതീക്ഷ ഇതായിരുന്നു, എവിടെയെങ്കിലും ഒരു സ്റ്റേജിൽ ഒരു പ്രൈസോട് പറഞ്ഞ് മരിക്കാൻ ദൈവമേ നീ എന്നെ, അത്രേ ഉള്ളു എനിക്ക് ആഗ്രഹം. പക്ഷെ ഞാൻ നവീകരണത്തിൽ വന്നു. അതിനുശേഷം കാപ്പി അരുത്താൻ പോവുക, ഇങ്ങനെ പ്രോഗ്രാം ഒക്കെ നടത്തുമ്പോൾ കിച്ചണിൽ എന്ത് ചെയ്യുക, അന്നത്തെ കാലത്ത് ജോലി ചെയ്യുക, അങ്ങനത്തെ കാലഘട്ടമായിരുന്നു. അങ്ങനെ ഞാൻ 88 4-5 വർഷം കഴിഞ്ഞു. ഞാനിങ്ങനെ പഴഗ്രൂപ്പ് പോകും. ഒന്ന് എനിക്ക് രക്ഷകനായ യേശുവെ ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു പോലും പറയാൻ അങ്ങോട്ട് സാധിക്കുകയില്ല, അത്രയും പേടി. അപ്പൊ അവിടെ ഇങ്ങനെ വലിയവരെ പഴഗ്രൂപ്പിലാണ് പോയി. അന്ന് കുട്ടികളെ പഴഗ്രൂപ്പ് ഒന്നുമില്ല. അപ്പൊ ഞാൻ +2 കഴിഞ്ഞേ ഉള്ളു. ഇങ്ങനെ വട്ടത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ പോയി കണ്ണടയ്ക്കും. എല്ലാ പ്ലെയറും കഴിയുമ്പോൾ കണ്ണു തുറക്കും. അപ്പൊ എന്റെ അമ്മച്ചിമാരെല്ലാം വിചാരിക്കുന്നറിയാവോ, ഇത്രയും ഭക്തിയോട് കൂടിയാണ് ഇവര്. പക്ഷെ എന്നെ കൊണ്ട് എനിക്ക് ഇങ്ങനെയൊന്നും നോക്കാൻ പറ്റുകയില്ല. ആണുങ്ങളെ നോക്കാൻ പറ്റുകയില്ല, പെണ്ണുങ്ങളെ ആരോടും എനിക്ക് നോക്കാൻ പറ്റുകയില്ല. മനസ്സിലോ? അത്രയും ഇതാണ്. ആ സമയത്ത് എന്റെ മമ്മി പപ്പായെല്ലാം ധ്യാനം കൂടി അവരെല്ലാം അനുഭവത്തിൽ വന്നു. അവരെ എന്നെ ഓർക്കും ഭയങ്കര സങ്കടം. മൂത്തയാള് കുഴപ്പമില്ല, ഇളയാള് പെങ്ങളുണ്ട്, അവള് നല്ല എഫിഷ്യന്റ് ആണ്. ഇവന്റെ ഭാവി എന്ത് ആര്, ഇവന്റെ ഭാവി എന്ത് ആര്, ഇവനെ ആര് പെണ്ണ് കൊടുക്കും, ഇവൻ എവിടെയാണ് ജോലി കിട്ടുക, എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. പക്ഷെ അന്ന് ഒരു സത്യം മനസ്സിലായ അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലായിടത്തൊക്കെ പോകും, പ്രാർത്ഥിക്കും. എല്ലാ മാതാപിതാക്കളെ പോലെ മക്കളെ അവർക്ക് എന്ത് ചെയ്യുന്നു, വ്യഗ്രതപ്പെടുന്നു, വിഷമിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് തന്നെ കിട്ടിയ ഒരു സന്ദേശം കിട്ടി. ഏഷ്യ 40:30 കഴുകനെ പോലെ ചെറുകടിച്ച് ഉയരുമെന്നുള്ളൊരു വചനം. മനസ്സിലോ? അതിനുശേഷം പിന്നെ എന്റെ മമ്മി പപ്പ എന്നെ ഒരിക്കലും ഒന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ടില്ല. എന്തെങ്കിലും പറയും, നിന്നെ കുറിച്ച് ദൈവത്തിന് ഇതാണ്, ഞാൻ അറിഞ്ഞുകൂടാ. അങ്ങനെയാണ് 87 മേൽക്കുടി ചേച്ചിയെ പരിചയപ്പെടുന്നത്. അങ്ങനെ ചേച്ചിയുടെ കൂടെ എന്ത് ചെയ്യുന്നു, പ്രോഗ്രാമിന് സഹായിക്കാൻ. അന്ന് ഞാൻ പോകുന്നത് പപ്പറ്റ് ഷോയ്ക്ക് വേണ്ടി മാത്രമാണ് പോകുന്നത്. പപ്പറ്റ് ഷോ ആകുമ്പോൾ ഒരിക്കലും ആൾക്കാരുടെ മുഖത്ത് വരുന്നില്ല. പിന്നെന്താ, കൈ പോലും വരുന്നില്ല. പപ്പറ്റ് മാത്രം നന്നായിട്ട് ഞാൻ ചെയ്യുമായിരുന്നു. പപ്പറ്റ് ചെയ്യും, ചേച്ചി കഥ പറയും. അങ്ങനെയാണ് 89 പതുക്കെ പുറത്തോട്ട്. ഇന്ന് ചിന്തിക്കുമ്പോൾ എന്റെ മമ്മിക്കും പപ്പായ്ക്കും കിട്ടിയ സന്ദേശം ഒരു പരിധിവരെ. പക്ഷെ അവര് ഇപ്രകാരം ഇവര് ദൈവരാജ്യത്തിന് വേണ്ടി വേല ചെയ്യാൻ വിളിയുണ്ട് തിരിച്ചറിഞ്ഞപ്പോ എന്നെ ഒരിക്കലും ഇതിന് പിന്തിരിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. പ്രൈസലോ, ഹല്ലേലൂയ. ഉള്ള കാര്യം പറഞ്ഞ് അവര് നമ്മളെ വിട്ടു. ദൈവകൃപയാൽ ഇന്ന് ഇത്രത്തോളമായി തീരുവാനായിട്ട് പറഞ്ഞു തന്നറിയാവാം. നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഏതൊരു കുട്ടിയും അവിചാരിതമായിട്ടല്ല മുമ്പിൽ വരുന്നത്, അല്ലെങ്കിൽ കുടുംബത്തിൽ വരുന്നത്. അവൻ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യാനുണ്ട്. ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട പനക്കളച്ചൻ എന്റെ സെമിനാരിൽ പഠിച്ചപ്പോ ഒന്നും ഒരു കഴിവില്ലാത്ത, ഉറക്കം തൂങ്ങിയത് മാത്രമാണ് അച്ഛനെ എല്ലാവരും വിളിച്ചത്. പരീക്ഷയ്ക്കൊന്നും ജയിച്ചിട്ടില്ല. അവസാനം കഷ്ടിച്ചാണ് തട്ടിക്കുട്ടി ജയിച്ചത്. പക്ഷെ അദ്ദേഹത്തിന് എന്ത് ചെയ്തു, അദ്ദേഹത്തിന് ഒരു പ്രവർത്തിക്കാൻ പരിശുദ്ധാത്മാവിന്റെ പ്ലാറ്റ്ഫോം കിട്ടിയപ്പോ ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന വചന ശുശ്രൂഷകനായിട്ട് മാറി. അദ്ദേഹത്തിന് അത്രയും ജ്ഞാനമുള്ള ഒരു വൈദികൻ കേരളത്തിൽ, അത്രയും ബൈബിളിനെ കുറിച്ച് ഒരു പുസ്തകവും നോട്ട് നോക്കാതെ ഒരു ജ്ഞാനമില്ല, വെറും ഒരു ജ്ഞാനം. വെറുതെ ക്ലാസ് ഇല്ല, അനന്തമായ ജ്ഞാനത്തോടുകൂടി ക്ലാസ് എടുക്കുന്ന വേറെ ഒരു മനുഷ്യനില്ല. ബെസലോ മാത്യു നായികാമനോട് അച്ഛന്മാരുടെ ഇടയിൽ എന്റെ അവഗണിക്കപ്പെട്ട അച്ഛനാണ്. ഒന്നിനും കഴിവില്ലാത്ത, ഒരു ബോധമില്ലാത്ത അച്ഛൻ എന്നാ പറയുന്നത്, സുബോധമില്ലാത്ത. പക്ഷെ അങ്ങേര് ആ സുബോധം ഒരുപക്ഷെ ഒരു മാനസികരോഗ്യം കുറ്റപ്പെടുത്തിയ മനുഷ്യൻ എന്ത് ചെയ്തു, അദ്ദേഹത്തിന് ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് വന്നപ്പോൾ അയാൾ അഭ്യാസം മുഴുവൻ എടുത്തു. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒരു മമ്മിയുടെയും പപ്പായുടെയും കടമയാണ് പ്ലാറ്റ്ഫോം കണ്ടെത്തി കൊടുക്കുക. ബെസലോ, ഇനി നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിലും കുട്ടിയെ കണ്ടെത്താൻ സഹായിക്കുക, അനുവദിക്കുക. അല്ല നമ്മൾ ഇങ്ങനെ ഒരു ചാലുണ്ടാക്കി ഇതുവഴി മാത്രമേ പോയ രക്ഷപ്പെടുള്ളൂ. അല്ലെ, നിങ്ങള്
അന്ന് നിങ്ങൾ ഇന്ത്യയിൽ താമസിച്ചപ്പോ ഇങ്ങോട്ട് വന്ന് രക്ഷപ്പെടുമെന്ന് കരുതി. ഇവിടെ വന്നപ്പോ നിങ്ങൾക്ക് മനസ്സിലായി ഇനിയിപ്പോ എവിടെ പോയാൽ രക്ഷപ്പെടും? ഓസ്ട്രേലിയ, അമേരിക്കയിൽ പോയാൽ രക്ഷപ്പെടുമെന്നായി. പക്ഷെ നിങ്ങൾ അറിഞ്ഞോ, ഒരു 10 വർഷങ്ങൾ നിങ്ങൾ പറയും ഇന്ത്യയിലോട്ട് തിരിച്ചു പോയാൽ രക്ഷപ്പെടും. കാരണം ജോലി സാധ്യതകൾ ഇപ്പൊ ഇവിടത്തേക്കാൾ കൂടുതൽ അവിടെ വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പൊ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ഈശോയെ പറഞ്ഞേ, മുമ്പിൽ വരുന്ന മക്കളെ മനസ്സിലാക്കുവാൻ കൃപ തരണമേ. പിന്നെ നമുക്കൊരു ബൈബിൾ ഭാഗം വായിച്ചിട്ട് പ്രാർത്ഥന എടുക്കാം. ലൂക്കാണ് സുവിശേഷം 5-ാം അധ്യായം. നമ്മൾ കാണുന്നത് ഈശോ നമ്മൾ രാവിലെ പറഞ്ഞിരുന്നതിന്റെ ബാക്കി പറഞ്ഞ് അതിനോട് പ്രാർത്ഥിക്കാം. ലൂക്ക 5 എടുക്കാം. ലൂക്കാട് സുവിശേഷം 5-ാം അധ്യായം. നമ്മൾ കാണുന്നതും ഈശോ കാണുന്നതും വ്യത്യാസം എന്താണ്? 5-ാം അധ്യായം എടുത്തോ. അവിടെ പത്രോസ് ശ്ലീഹായ്ക്ക് ദൈവാനുഭവം ഉണ്ടായി. വലയിറക്കിയപ്പോൾ എന്ത് ചെയ്തു? സമൃദ്ധമായ മത്സ്യം അദ്ദേഹത്തിന് ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ അദ്ദേഹം വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്. എന്ത് ചെയ്യുന്നു? 8-ാമത്തെ വാക്യം വായിച്ചേ. ശിമിയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിന്റെ കാൽക്കൽ വീണ് ദൈവാനുഭവം അയാളെ എങ്ങോട്ട് നയിച്ചു? കർത്താവെ ഞാൻ പാപിയാണ്, എന്നിൽ നിന്ന് അകന്നു പോകണം. അങ്ങനെ കർത്താവെ ഞാൻ പാപിയാണ്, എന്നിൽ നിന്ന് അകന്നു പോകണമേ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈശോ ചെയ്യുന്നതാ, മോനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നീ 3 സ്വർഗ്ഗസ്നാപിതാവ് ചൊല്ലി മാറിയിരിക്കാനാണ് പറയുന്നത്. പക്ഷെ ഈശോ എന്ത് ചെയ്തു? ഈശോ പറയുന്ന വാക്കുണ്ട്. അവനെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന്റെ എന്ത് ചെയ്യുന്നു? 10-ാം വാക്യം 2-ാം ഭാഗം വരെ, ഭയപ്പെടേണ്ട, ഇപ്പോൾ മുതൽ ഇതാ ഞാൻ രാവിലെ തുടക്കത്തിൽ പറഞ്ഞ ചക്കക്കുരുവിനെ എന്ത് വിളിക്കണം? ചക്കക്കുരു എന്ത് വിളിക്കണം? പ്ലാവേ എന്ന് വിളിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുട്ടി ഇപ്പോൾ ഒത്തിരിയധികം എന്ത് ചെയ്യുന്നു? അധികം സംസാരിക്കുന്നില്ല. ഇത് വിചാരിക്കുക, അവനെല്ലാ കാര്യവും സൂക്ഷിച്ചു വെക്കുന്നു. അവനെ നമ്മൾ വിളിക്കുക, അല്ലയോ പ്രിയപ്പെട്ട കൗൺസിലറെ വിളിക്കുക. കാരണം കൗൺസിലിംഗ് ഗിഫ്റ്റ് ഉണ്ടായിരിക്കും, എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ നല്ല കൗൺസിലർ ആയിരിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഈ ചേട്ടൻ പറഞ്ഞു, അതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൗൺസിലറിന്റെ പേരുണ്ട്. ഈ ചേച്ചി എന്നോട് കാര്യം പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യുന്നു? ചെല്ലുന്നിടത്തല്ല. അപ്പൊ അവർക്കൊരിക്കലും കൗൺസിലർ ആകാൻ പറ്റുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പൊ ഇവരുടെ ചേച്ചിയുടെ മോനെ, അവർ ലീഡർഷിപ്പ്, അവനെ വിളിക്കണം ഭാവിയിലെ മാർപ്പാപ്പയെ. എന്തുകൊണ്ടായിക്കൂടാ? നമ്മൾ ചെറിയ സ്വപ്നം കാണണ്ട, പിന്നെന്താ? വലിയ സ്വപ്നം കാണണം. നിങ്ങൾ ആരെങ്കിലും പറമ്പിൽ ഒരു പ്ലാവ് വെക്കുമ്പോ ചെറിയ പ്ലാവാകണം, വലിയ പ്ലാവാകണം? എന്നാലും നിങ്ങൾ വീട് പണിയുമ്പോ മൊത്തം തടി ഇവിടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇങ്ങനെ കാണണം പ്രിയപ്പെട്ടവരെ. ഇത് തന്നെയാണ് ഒരു ഇവാഞ്ചലിസ്റ്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് വേണ്ടത്. 2 വരങ്ങളാണ് എഴുതിയിട. 1 അറിവിന്റെ വരം, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. 2 പ്രവചന വരം. അറിവിന്റെ വരം, പ്രവചന വരം. അറിവിന്റെ വരം കുട്ടിയെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. പ്രവചനപരം എന്താ? കുട്ടിയുടെ ഭാവിക്ക് ലക്ഷ്യം കൊടുക്കാൻ സാധിക്കുന്നു. പിടികിട്ടിയോ? അറിവിന്റെ വരം കുട്ടിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അറിവിന്റെ വരം വഴിയാണ് ഇപ്പൊ നിങ്ങൾ സ്വന്തം കുഞ്ഞിനെ കണ്ടെത്തിയ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രേ ഗ്രൂപ്പിലൊക്കെ പിള്ളേർ വരുന്നില്ലേ, നിങ്ങൾ ആ കുട്ടിയെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കേസ് സ്റ്റഡി നടത്തണം, ഓരോ കുട്ടികളെ വെച്ച്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ കുട്ടിയെ അനലൈസ് ചെയ്ത് അപ്പൊ കുട്ടിയുടെ അമ്മയായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ ആ കുട്ടിയുടെ ജീവിതത്തിലോട്ട് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റും. അവിടെ എന്ത് ചെയ്യുന്നു? പ്രവചനവരെ ഉപയോഗിച്ച് ആ കുട്ടി എന്ത് ചെയ്യുന്നു? ചക്കക്കുരുവിനെ കയറി എന്ത് വിളിക്കുന്നു? പ്ലാവേന്ന് വിളിക്കുന്നു. അപ്പൊ അവന്റെ മനസ്സിലും എന്താ? അവനെ കുറിച്ച് തന്നെ ഒരു സ്വപ്നം അവൻ ഉണ്ടാക്കിയെടുക്കും. പ്രൈസലോ. എന്നെ കയറി ഇപ്പൊ കാലമാടാന്ന് വിളിച്ചാലോ, വീട്ടിൽ വിളിക്കുന്നതാണ് കള്ളന് കഞ്ഞി വെച്ചവനെ. നമ്മൾ ദേഷ്യം വരെ വിളിക്കുന്ന കള്ളന്. അപ്പൊ അമ്മ പ്രവചിക്കുക, കള്ളന് കഞ്ഞി വെക്കും. എന്താ? ജയിലിൽ പോയി, ജയിൽ അടുക്കളയിൽ പോയി കുക്കായിട്ട്. പ്രവചനം അതല്ലേ? കള്ളന്. ശരിയല്ലേ? ഹല്ലേലൂയ. അവിടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമുക്ക് ഈ 2 വരങ്ങൾ വേണം. ഒന്നെന്താണ്? അറിവിന്. നിങ്ങൾക്കുണ്ടോ ഇല്ലയോ? നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുടുംബജീവിതം ഇങ്ങനെയൊക്കെ വേർപിരിയാതിരിക്കുന്നത്. പ്രൈസലോ. കുറച്ചൊക്കെ ആരെ മനസ്സിലാക്കി?
ഭാര്യയിലെ ഭർത്താവിനെ മനസ്സിലാക്കി. നിങ്ങൾ ശരിക്കും ഈ അറിവിന്റെ വര ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഭാര്യയും ഭർത്താവിനെയും ഇതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ പ്രായോഗികമാക്കണം. നിങ്ങൾ വരങ്ങൾ എന്ത് ചെയ്യണം? വീട്ടുകാരിക്ക് വേണ്ടി അത് പറയുമൊന്നും വേണ്ട, പറയാതെ തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ ഉപയോഗിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വരമതി ഹല്ലേലൂയ. യേശുവിൻ അതേ. നമ്മുടെ ഈ മമ്മിയും പപ്പായ ഒന്നിച്ചോണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വര ഉപയോഗിച്ച് എന്ത് ചെയ്യാം? മമ്മിക്ക് പപ്പായെ മനസ്സിലാക്കാൻ പറ്റും, പപ്പായ്ക്ക് മമ്മിയെ മനസ്സിലാക്കാൻ പറ്റും. കാരണം നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് ഇപ്പൊ എന്റെ ജീവിത പങ്കാളിയുടെ ക്യാരക്ടറിനെ കുറിച്ച് കുറെയൊക്കെ എനിക്കറിയാം. അവളുടെ വീട്ടിൽ പല പ്രാവശ്യം പോവുകയും ബന്ധുക്കാരെ കാണുമ്പോൾ ആ സ്വഭാവത്തിന്റെ പല ഉറവിടങ്ങളും എനിക്കറിയാം. ഒന്നെങ്കിൽ എനിക്ക് അവളെ കുറ്റപ്പെടുത്താം, രണ്ടെന്താ അവളെ സഹായിച്ച് അവളുടെ കഴിവിന്റെ പൂർണ്ണതയിലേക്ക് അവളെ കയറ്റിക്കൊണ്ട് വരാനായിട്ട് സാധിക്കും. ഏത് ചെയ്യാൻ എളുപ്പം? ഏത് ചെയ്യാൻ എനിക്ക് എളുപ്പം? കുറ്റപ്പെടുത്താൻ എളുപ്പ നടക്കുന്നു. നിന്നെ എന്തിന് കൊള്ളാം, നിന്റെ ഞാൻ ചെന്നപ്പെടാ നിന്റെ ആ ചേട്ടനെ വീട്ട് അത് ഇതുപോലെ. ഓ മറ്റേതല്ല, എനിക്ക് ഹെൽപ്പ് ചെയ്ത് ആ കുട്ടിയെ എന്ത് ചെയ്യാം? തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. അവിടെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തില് ഈ രണ്ട് വരങ്ങൾ ക്രിസ്ത്യാനിക്ക് മസ്റ്റാന്ന് പറയുന്നത്. തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്തണമെങ്കിലും കുഞ്ഞുങ്ങളെ മനസ്സിലാക്കണമെങ്കിലും നാം പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളിലെ ആൾക്കാരെ മനസ്സിലാക്കണമെങ്കിലും ആര് സഹായം വേണം? പരിശുദ്ധാത്മാവിന്റെ അറിവ് മാത്രമേ സാധിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇപ്പൊ നമ്മളിങ്ങനെ കേസ് സ്റ്റഡി എന്ന് പറയുമല്ലോ, ഇത് നിങ്ങളായിട്ട് പറഞ്ഞു നടക്കാനൊന്നുമല്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? ആ മേഖലയെ കുറിച്ച് വലിയൊരു ജ്ഞാനം നിങ്ങൾക്ക് ലഭിക്കും. ഒരിക്കൽ ഒരു ആള് കല്യാണം കഴിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തോട് സഹകരിക്കുന്നില്ല, ശാരീരികമായ പല കാര്യങ്ങൾക്കും സഹകരിക്കുന്നില്ലാത്തോ യാതൊരു റിഫ്ലക്ഷനും ഇല്ല. അപ്പൊ ഈ മനുഷ്യൻ പരാതിയായി, സങ്കടമായി, അസ്വസ്ഥതയായി. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ധ്യാനത്തിന് വന്നു. അപ്പൊ ഇങ്ങനെ പറഞ്ഞ് ഭാര്യ ഇങ്ങനെ സഹകരിക്കുന്നില്ല, അങ്ങനെ ഇങ്ങനെയാണ്. അപ്പൊ നമ്മള് അദ്ദേഹത്തോട് തന്റെ ഭാര്യയെ മനസ്സിലാക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചപ്പോഴാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞത് ഭാര്യയുടെ അപ്പൻ ചെറുപ്പത്തില് മരിച്ചുപോയ, 1.5 വയസ്സുള്ള അപ്പൻ മരിച്ചുപോയ. ആക്ച്വലി അവരുടെ കുടുംബത്തിൽ സംഭവിക്കുന്ന അറിയാവോ? ഇയാളുടെ സാന്നിധ്യം വഴി ഭാര്യയിൽ എന്തുണ്ടാകുന്നു? പിതാവിന്റെ സാന്നിധ്യമാണ് ആർക്ക് ഫീൽ ചെയ്യുന്നത്? മകളായിട്ട്. അപ്പം ഇദ്ദേഹത്തിന്റെ കൂടെ ഭാര്യ സഹവസിക്കുമ്പോൾ ആരായിട്ട് കിടക്കുന്നത്? പിതാവിന്റെ കൂടെ മകള് കിടക്കുന്ന പോലെ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായ? അപ്പൊ അവക്കൊരിക്കലും എന്താകാൻ പറ്റിയല്ല? ഭാര്യയാകാൻ പറ്റത്തില്ല. അവള് അപ്പന്റെ സാന്നിധ്യം അവക്ക് ലഭിക്കുന്നു. ഇയാൾ എന്താ പ്രതീക്ഷിക്കുന്നത്? കിടക്കുന്ന ഭാര്യ കിടക്കുന്നെങ്കിലും അവളുടെ ഇന്നറിലെ മനോഭാവം എന്താ? മകളായിട്ടാണ്. അവക്കൊരിക്കലും എന്ത് ചെയ്യുന്നു? ഒരു കാര്യത്തിന് സഹകരിക്കാനായിട്ട് പറ്റത്തില്ല മനസ്സുകൊണ്ട്. പിന്നെ ചത്ത അറിയുന്ന പറഞ്ഞ് കിടക്കുക. അപ്പൊ ഇയാൾക്ക് തിരിച്ചറിഞ്ഞപ്പോ ഇയാൾ എന്ത് ചെയ്തു? അവളുടെ മേലുള്ള ദൈവത്തിന്റെ കൃപ നിറയുവാൻ, പരിശുദ്ധാത്മാ നിറയുവാൻ, അപ്പന്റെ സ്നേഹം നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പന്റെ സ്നേഹം അവളോട് പറഞ്ഞിട്ടൊന്നുമല്ല, ആ സ്നേഹം നിറയാൻ പ്രാർത്ഥിക്കും തോറും ഇവളുടെ മകളെന്ന് മാറി എന്ത് വന്നു? ഭാര്യയുടെ റോള് വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് തിരിച്ചുകൊണ്ട് ചില കുടുംബജീവിതത്തെ കുറിച്ച് ക്ലാസ് അല്ലേ ഇത് ബന്ധപ്പെട്ട് പറയുന്നത്, നിങ്ങളെ വിചാരിക്കല്ലോ നമുക്ക് കുടുംബ. ചില ഭർത്താക്കന്മാരെന്ത് ചെയ്യുന്നു? ഭാര്യയുടെ അടുത്ത് ചെല്ലുമ്പോ ചിലവർക്ക് അമ്മയുടെ ഫീലിങ്സാണ്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യുന്നു? നല്ലൊരു ഭർത്താവായിട്ട് പ്രശോഭിക്കാൻ. ഇതൊക്കെ ആര് തിരിച്ചറിയാം? ഇതിപ്പോ നിങ്ങൾ കൗൺസിൽ നടത്തിയാലൊന്നും അറിയണമെന്നില്ല. പിന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്ത്? പരിശുദ്ധാത്മ കൃപ കണ്ടെത്തിയവർക്ക് ഇതെല്ലാം അറിയാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതേപോലെയാണ് ഭാര്യ ഭർത്താവ് അറിയുന്നത് പോലെ മാതാപിതാക്കൾ ആരെ അറിയണം? മക്കളെ അറിയണം. മക്കൾ ആരെ അറിയണം? മാതാപിതാക്കളെ അറിയണം. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ നിങ്ങള് TPV പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് നിങ്ങൾ ഇങ്ങനത്തെ വിഷയം എടുത്ത് അവരെ അപ്പയും അമ്മയും മനസ്സിലാക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യണം? പരിശീലിപ്പിക്കണം. ഹല്ലേലൂയ. അപ്പൊ അവരെന്ത് ചെയ്യണം? മോള് അമ്മയെ പഠിക്കും. വേറെ അതിലല്ല, അമ്മയുടെ പോസിറ്റീവ് എന്താണ്, നെഗറ്റീവ് എന്താണ്, എന്തുകൊണ്ട് അമ്മ ഇന്ന കാര്യങ്ങൾ അപ്പയോട് നല്ല രീതിയിൽ പെരുമാറുന്നു, ഇന്ന കാര്യം അമ്മയ്ക്ക് എന്തുകൊണ്ട് പെരുമാറാൻ പറ്റുന്നില്ല. അത് ഈ കണ്ടെത്തൽ ഈ കുഞ്ഞിനെന്ത് ചെയ്യും? ഭാവിയിൽ
ഈ പഠനം ഒരു പുസ്തകം വായിക്കുന്നതിനേക്കാളും മാരിയോ പ്രിപ്പറേഷൻ കോഴ്സ് കൂടുന്നതിനേക്കാളും എഫക്റ്റീവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ഇത് കണ്ടെത്തുമ്പോൾ എന്ത് ചെയ്യണം? ഈ കുട്ടി മനസ്സിലാക്കും, എന്ത് ചെയ്യുന്നത്, ഈ അമ്മയിൽ നിന്ന് ഈ സ്വഭാവം എന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഈ ബിഹേവിയർ എന്റെ ജീവിത പങ്കാളിയോട് കാണിക്കും. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു? എന്റെ അപ്പയെ പോലെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളല്ല അതല്ലെങ്കിൽ അവിടെ എന്ത് വരും? അടിപിടി, സത്യം അടിപിടി, ബഹളം ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കുഞ്ഞിനെ കൊണ്ട് തന്നെ അനലൈസ് ചെയ്ത് കണ്ടെത്തി ഈ ബിഹേവിയർ എന്നിൽ നിന്ന് മാറാൻ വേണ്ടിയുള്ള ആ കുട്ടി എന്ത് ചെയ്യുന്നു? ഒരുപക്ഷെ ത്യാഗമെടുക്കുന്നു, ഒരു പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് ഹീലിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൾക്ക് എന്ത് ചെയ്യുന്നു? നല്ല ക്യാരക്ടർ ഫോം ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. ഇതൊക്കെ വേണോ മക്കൾക്ക്? വേണമെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം? ഇതിനകത്തോട്ട് ഇറങ്ങിച്ചെല്ലണം. ഇറങ്ങിച്ചെന്നാൽ മാത്രമേ. ഇപ്പൊ ഞങ്ങളൊക്കെ തുടങ്ങിയപ്പോ ഇതൊന്നുമില്ലായിരുന്നു. പിന്നെ ഓരോ ജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്തോറും ഇപ്പൊ കുടുംബധ്യാനം തുടങ്ങി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ കേസ് എന്ന് പറയുന്ന വേർത്തതല്ല, അതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് ഓരോ കാര്യം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്താൻ തുടങ്ങി, നമ്മുടെ മക്കളുമായിട്ട് ബന്ധപ്പെടുത്താൻ തുടങ്ങി. അപ്പം മനസ്സിലായി അറിവല്ല വേണ്ടത്. എന്താണ് അറിവ്? വേണ്ടതല്ല, അറിവ് അഭിഷേകമായി തീരുന്നില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാസ്തവത്തിൽ നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എന്റെ മക്കളൊക്കെ ടീനേജിലാകുമ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു പെൺകുട്ടികളാണ്. അതനുസരിച്ചുള്ള ചിന്തകളിലേക്ക് ഞാൻ പറഞ്ഞു, അവരുടെ സമുദ്ര സങ്കല്പം ഇന്നലെ പറഞ്ഞില്ലേ, അവര് സൗന്ദര്യ സങ്കല്പം മാറുന്നു, ആഗ്രഹങ്ങൾ മാറുന്നു, അവരുടെ ജീവിതാന്തത്തിനെ കുറിച്ച് അവര് ചിന്തിക്കുന്നു. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൈവമേ, ഈ പ്രായത്തിൽ നമ്മളിപ്പോ അവര് തുറന്ന് പറയും, നമ്മളോട് ഷെയർ ചെയ്യുന്നു. നമ്മൾ ഈ സമയത്ത് നമുക്കും ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ആരോടും നമ്മൾ ഷെയർ ചെയ്യില്ല. ഇത് നമുക്ക് ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പോലും പ്രേമം തോന്നിയാൽ എക്സ്പ്രസ് ചെയ്യുന്നു, അല്ലേ? നമുക്കും ചെറുപ്പത്തിൽ 1ാം ക്ലാസ് വെച്ച് പ്രേമം ഉണ്ടായിരുന്നോ? ചെറിയ പ്രേമമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടിയിട്ടില്ല. പിന്നെ വേറെ എന്നുള്ളത്, പണ്ട് നമ്മുടെ ഉള്ളിൽ പ്രേമം എല്ലാവരുടെ ഉള്ളിലുണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് കിടപ്പുണ്ട്. പക്ഷെ ഇന്നത്തെ സാഹചര്യം എന്താ? മാധ്യമങ്ങളെല്ലാം ഉള്ളതിനെ എന്ത് ചെയ്യുന്നു? ജ്വലിപ്പിക്കാൻ അവസരമാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ചേച്ചി പറയുന്ന പോലെ ചേച്ചി 2ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചിനോട് ചിലപ്പോൾ ചൈനക്കുട്ടിയായിരിക്കും, മറ്റേ കുട്ടിയായിരിക്കും ഐ ലവ് യു പറയുന്നു. അതിനൊക്കെ തെറ്റ് പറയാൻ പറ്റുകയില്ല. കാരണം കുട്ടിയിലുള്ള ആ നൈസർഗികമായ ദൈവം നിക്ഷേപിച്ച കഴിവ് എന്ത് ചെയ്യുന്നു? വേറെ സ്ഥലത്ത് നേരത്തെ പ്രകടിപ്പിക്കുന്നതുകൊണ്ടാണ് അത് കളയായിട്ട് മാറുന്നത്. ആ കൊച്ച് അത് സൂക്ഷിച്ചു വെച്ചിട്ട് വിവാഹമെന്ന കുലാശയിലൂടെ ലഭിക്കുന്ന കുട്ടിയോട് ഈ കാര്യം പ്രകടിപ്പിച്ചാൽ കളയല്ല, പിന്നെന്താ? വിളയായിട്ട് തീരും. ഹല്ലേലൂയ. നമ്മൾ ചെറുപ്പത്തിൽ തന്നെ മക്കളെ നിന്ന് പഠിപ്പിക്കണം, കളകളെല്ലാം എന്താക്കാൻ? വിളകളാക്കാൻ. ഹല്ലേലൂയ. സ്വരം ഹല്ലേലൂയ, യേശുവേ നന്ദി. ഓക്കെ, നമുക്ക് പ്രാർത്ഥനയിലെ പ്രവേശിച്ചതിന് മുമ്പ് ചോദിക്കട്ടെ, ഇപ്പൊ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ട് ചോദിക്കാം. നാളെ നമ്മൾ ഇതിന്റെ പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് പോകാം. ഇപ്പൊ കുട്ടികളെ കുറിച്ച് വലിയൊരു ഏകദേശം മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ നേരത്തെ അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം, എങ്കിലും ഇതിന് ഉത്തരവുണ്ട്. ഉത്തരം നമ്മൾ പറഞ്ഞു, ഈശോയെ കിട്ടണം. ഇത് പ്രാക്ടിക്കൽ ഇതാണ് നമ്മൾ പോകേണ്ടത്. എന്തെങ്കിലും ഇന്ന് പറഞ്ഞതിന്റെ വിളിച്ചത് എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി ചോദിക്കാം. എല്ലാം അറിയാമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ഒന്നും അറിയാൻ മേലെങ്കിലും പ്രാർത്ഥിക്കാം. ചില സമയത്ത് പറഞ്ഞാൽ അവർക്കതൊരു ചിലപ്പോൾ എല്ലാം നല്ല ബിഹേവിയറാണ്, ചിലപ്പോൾ ഭയങ്കര ഗ്ലൂമിയായിട്ട് അല്ലെങ്കിൽ മൂവിയായിട്ട്, അപ്പം പറയണമെന്നും റെസ്പോണ്ട് ചെയ്യില്ല. അങ്ങനത്തെ അത് ചിലപ്പോ കുട്ടിയുടെ അന്നത്തെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പൊ സ്കൂളിൽ ചെല്ലുമ്പോൾ കുട്ടിയുടെ ബിഹേവിയർ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി. ചില ദിവസം പപ്പ സന്തോഷത്തോടെ വരും, ചില ദിവസം ദുഃഖത്തോടെ വരുന്നു. അപ്പൊ അദ്ദേഹത്തിന് കിട്ടുന്ന ചില ഇൻപുട്ടാണ്. അവിടെയാണ് അമ്മ എന്ന നിലയിൽ നമ്മുടെ കടമ കുട്ടി പറയാതെ തന്നെ എന്ത് ചെയ്യാം. അപ്പൊ ഈ മമ്മിക്ക് അറിവിന്റെ വരമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. കുട്ടി പറയാതെ തന്നെ കുട്ടിയുടെ വിഷമം നമ്മൾ തിരിച്ചറിയുകയാണ്. ചിലവ് എന്തെങ്കിലും ചൈനക്കാരെ കളിയാക്കിയോ, അല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞ എന്ത് ചെയ്യുന്ന പോകുന്ന വഴിക്ക് ഒരു പെൺകുട്ടി 2ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ എടുത്തു. അപ്പൊ ഇപ്പൊ ഈ മോന് ഒരു ഉമ്മ അങ്ങനെ കിട്ടുവാണെങ്കിൽ അവനെ സംബന്ധിച്ച് ഒരു ഷോക്കാണ്. ഇവനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അല്ലാതെ സാധാരണ കുട്ടിയെ സംബന്ധിച്ചാണ് വലിയ പോസിറ്റീവ് ഷോക്സ്.
പറയാത്തതും വരുമ്പോഴും നമ്മളുടെ അറിവിന്റെ വരയില്ലേ, ഈ വര ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. നമുക്കൊന്നും അറിയാൻ മേലെങ്കിലും അറിയാം കുട്ടിക്ക് ഇന്നെന്തോ കാര്യമായ പക്ഷെ. അപ്പൊ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നത്. ചിലപ്പോ ഒന്നും പറയാതെ ഉറങ്ങിപ്പോയെന്ന് ഓർത്തോ, അവിടെയാണ് നമ്മള് ഇവിടെ ആരോട്ടെ പറഞ്ഞാല് രാത്രിയിൽ കുട്ടികൾ തലയിൽ കൈവച്ച് അതെ അത് നമ്മൾ പ്രാർത്ഥിക്കുക. കുട്ടികളുടെ ഹീലിംഗ് അവിടെ ഈശോ കൊടുക്കുന്നു. ചിലപ്പോൾ സ്കൂളിൽ വെച്ചായിരിക്കാം, അത് ടീച്ചർ എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും കാരണവശാൽ കളിയാക്കി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. കുട്ടികൾ ലോകം എന്ന് പറഞ്ഞാൽ വലിയൊരു രോഗമാണ് പ്രിയപ്പെട്ടവരെ. ചിലപ്പോൾ നമ്മുടെ കുട്ടി എന്ത് ചെയ്യുന്നു, ചോറ് പൊരി വളർന്നപ്പോൾ നമ്മൾ പറഞ്ഞ 2 ഇഡ്ഡലിയും ചമ്മന്തിയാണ്. കുട്ടി എന്ത് ചെയ്യണം, നമുക്ക് കുട്ടിക്ക് അന്നേരം അത് മതിയായിരുന്നു. രാവിലെ തൊട്ടടുത്തിരിക്കുന്ന കൂട്ടുകാരൻ വന്നപ്പോൾ ചിക്കൻ കാലും മറ്റേ കാലിരിക്കും, നീ എന്നാടാ ഇഡ്ഡലിയുള്ള ഇത് കോരി. അവനെന്ത് ചെയ്യണോ, ഇവന്റെ മുമ്പിൽ വെച്ച് കടിച്ചു പറിച്ച് തിരുന്ന്. ചിലപ്പോൾ ആ കുട്ടിക്ക് എന്ത് ചെയ്യും, മമ്മിക്ക് എന്തുകൊണ്ട് ചെറിയ ഉണ്ടാക്കി തന്നത്, എത്ര ദിവസമായി ഇഡ്ഡലി ചമ്മന്തി ഇഡ്ഡലി. ഈ ചമ്മന്തി തന്നെ എന്ത് ചെയ്യുന്നു, 1 വർഷം മുമ്പ് ഫ്രിഡ്ജിൽ. ചിലപ്പോ നമ്മൾ കുട്ടിയെ സംബന്ധിച്ചോളം നിസ്സാര കാര്യങ്ങളിൽ എന്ത് ചെയ്യുന്നു, അവർക്ക് വിഷമമുണ്ട്. നമ്മൾ ആരും ഉദ്ദേശിക്കുന്നവരല്ലേ പിള്ളേർ. ബേസലോ ഹല്ലേലൂയ. ചില കുട്ടികള് ഇപ്പൊ നിങ്ങൾ ആരുടെ പറഞ്ഞല്ലേ, കുട്ടിക്ക് മറക്കാൻ പറ്റുന്നവർ പെട്ടെന്ന്. അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചോളം എന്ത് ചെയ്യുന്നു, എന്നാ കേട്ടാൽ ഇച്ചിരി അവരും കൊണ്ട് മറന്നു പോകും. അതൊരു പോസിറ്റീവ് സൈഡാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആരോട് പടങ്ങിയാലും 5 മിനിറ്റ് കൊണ്ട് അവരെന്ത് ചെയ്യും, വരുവരും. എന്നാൽ ചില കുട്ടികളുടെ മറക്കാത്തവരുണ്ട്. അവരെങ്ങാനും ജീവിത ദുഃഖം അവർക്കുണ്ടായിക്കഴിഞ്ഞാൽ 80ാമത്തെ വയസ്സിൽ മരിക്കുമ്പോഴും എന്ത് ചെയ്യും, ഓർത്തു. അപ്പൊ നമുക്ക് അവിടെ ഈ നന്മയെ ഓർത്ത് ഈശോയ്ക്ക് എന്ത് ചെയ്യണം, നന്ദി പറയണം. ബെസലോ. ഇപ്പൊ ഈ മറക്കുന്ന കുട്ടിയെ സംബന്ധിച്ചൊരു അഡ്വാൻറ്റേജ് ഉള്ളു, അവരെന്ത് ചെയ്യും, വൈദികനാകാനുള്ള സാധ്യതയുണ്ട്. കാര്യം എന്താ, ആരും ഉപസാരിച്ചാലും വൈദികർക്കാണ് ഏറ്റവും വലിയ ഗുണ, അവർക്ക് ഭയങ്കര മറവിയ. ശ്രദ്ധിച്ചിട്ടുണ്ടാ? അല്ലെങ്കിൽ നമ്മളീ പറഞ്ഞല്ല ഓർത്തിരുന്ന് അവർക്ക് എന്ത് പിടിക്കും. നമ്മളിപ്പോ 40 പേര് കുമ്പസാരിക്കുവാണെങ്കിൽ ഒരാൾ പോലും നല്ല കാര്യം പറയുന്നില്ല. മനസ്സിലോ? അവിടെയാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എല്ലാ കുട്ടിയുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് അല്ല, അത് സ്ഥലം മാറി കഴിയുമ്പോൾ എന്ത് ചെയ്യണോ, പോസിറ്റീവ്. ഇപ്പൊ ദേഷ്യമുള്ള കുട്ടി സാധാരണ ദേഷ്യപ്പെടാൻ പഠിപ്പിച്ചാൽ കുട്ടി പോസിറ്റീവായി. ഈ നെഗറ്റീവിനെല്ലാം പോസിറ്റീവ് ആകുന്നത് യേശുക്രിസ്തു ആണെങ്കിലും യേശുക്രിസ്തു പ്രവർത്തിക്കുന്ന ആരിലൂടെയാ, മാതാപിതാക്കളായ നമ്മളിലൂടെയാണ്. നമ്മുടെ അടുത്ത് വരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും പരിശുദ്ധാത്മാവാണെങ്കിലും ആരിലൂടെയാണ്, നമ്മളിലൂടെ. ഹല്ലേലൂയ, സർവ്വ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ നെഗറ്റീവുകളും എന്ത് ചെയ്യണം, പോസിറ്റീവ് ആക്കണം. എല്ലാ കളകളും അപ്പൊ നമ്മൾ തന്നെ ആദ്യം എന്ത് ചെയ്യണം, വിളയായിട്ട് മാറണം. നമ്മളിപ്പോ അതിനാണ് നമ്മൾ ആരെങ്കിലും സഹായങ്ങളൊക്കെ തേടുക. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും വലിയ സഹായം തേടാൻ പറ്റും, ഭാര്യ ഭർത്താവ് ഒന്നിച്ചുണ്ടെങ്കിൽ എന്ത് ചെയ്യാം. ഇപ്പൊ ജോസും നൈറ്റിൽ ഇവർ 2 പേരുടെ ഇരുന്നു, ഇവർക്ക് വേണ്ടി ഈസി ആയിട്ട് എന്ത് ചെയ്യാം, നൈറ്റിൽ എവിടെയെല്ലാം കളയാകുന്നെന്ന് ആർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നൈറ്റിൽ ഒരു മെഡിറ്റേഷൻ നടത്തേണ്ട കാര്യമില്ല. ജോസിന് പറഞ്ഞു, ജോസേടന് എവിടെയെല്ലാം കളയാകുന്നെന്ന് നൈറ്റിലേക്കും പറഞ്ഞു കൊടുക്കാം. ജോസേട് ഇങ്ങനെ ധ്യാനിച്ചും വിഷം കണ്ടും സമയമൊന്നും ശരിയല്ലേ, സ്വീകരിച്ചാൽ മാത്രം മതി. ഓക്കെ, ഇങ്ങനെ പറഞ്ഞു എന്തോ അല്ല, അടിക്കാം, ശിക്ഷ കൊടുക്കാം. ശിക്ഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ശിക്ഷ, അതെന്ന് വെച്ചാൽ ശിക്ഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ശിക്ഷയുണ്ട്. ശിക്ഷയല്ല, മറ്റേ ശിക്ഷണത്തിന്റെ. പക്ഷെ എനിക്ക് 3 വയസ്സ് ആവുന്നത് അവനൊന്നിനെയും ഭയമില്ലാത്ത അവസ്ഥ. അങ്ങനെ കാണിക്കും. എങ്ങനെ ഡിസിപ്ലിൻ ചെയ്യണമെന്ന് നമുക്ക് അറിയത്തില്ല. അല്ല എന്ന് പറഞ്ഞാൽ ചെയ്യത്തില്ല. ഐസൊലേഷൻ പണിഷ്മെന്റ് കൊടുക്കുക, ഡിനൈ ചെയ്യുകയാണ്. ടോയ്സ് കൊടുക്കില്ല, അത് കൊടുക്കില്ല. അത് കുറച്ച് കേൾക്കുന്നുണ്ട്. പക്ഷെ പുള്ളി അത് പെട്ടെന്ന് തന്നെ അതിനെ കുറെ സമയം കഴിയുമ്പോൾ അതിനെ ഓവർകം ചെയ്യും. അല്ല, ഞങ്ങളത് മറന്നുപോകും. എപ്പോഴും ഓർത്തിരിക്കില്ല, ഇതൊന്നും കൊടുക്കരുത്. അടി കൊടുക്കുവാണെങ്കിൽ അടി കൊടുക്കും, അതിന്റെ വേദന കഴിയുമ്പോൾ പുള്ളി പഴയ ഇതിലാവും. അങ്ങനെയുള്ള പിള്ളേരെ എങ്ങനെയാണ്? സാധാരണഗതിയില് നമ്മളിപ്പോ കുട്ടിയെ തല്ലെന്ന് പറയുന്നതിലല്ല, തല്ലെന്ന് പറയുമ്പോൾ വെറുതെ നമ്മളിങ്ങനെ വികാരം പിടിച്ച് അടിച്ചു പിടിച്ചതല്ല, ശിക്ഷണത്തിന്റെ ഭാഗമായിട്ട് ശിക്ഷ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ കളിക്കളത്തിൽ 6 മണിക്ക് റിപ്പോർട്ട് ചെയ്യണം. 6 മണിക്ക് വരെ 6:10 റിപ്പോർട്ട് ചെയ്താൽ കോച്ച് എന്ത് ചെയ്യുന്നു, 2 റൗണ്ട് എക്സ്ട്രാ
ഓടിക്കും. ഏതിനും കളിക്കാൻ ഓടിക്കും അല്ലെ. സ്കൂളിൽ 5 മിനിറ്റ് ലേറ്റ് ആയാൽ കുട്ടി എന്ത് ചെയ്യുന്നു? വെളി നിർത്തും. അതിന്റെ ശിക്ഷയല്ല, ശിക്ഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ശിക്ഷയാണ്. അത് ശിക്ഷയെന്ന് പറയാല്ല. മറ്റേന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ദേഷ്യം വരുമ്പോൾ കറുമുറുകെ അടിക്കുന്നു. അടിച്ചു കഴിയുമ്പോൾ നമുക്ക് വിഷമമാണ് അല്ലെ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അടിക്കാൻ ആരുടെ കയ്യിലോട്ട് ഏൽപ്പിക്കുന്നു? അപ്പന്റെ കയ്യിലോട്ട് ഏൽപ്പിക്കുന്നു. അപ്പൻ അടിച്ചപ്പോ കൂടിപ്പോയി. ഉടനെ അമ്മ ആരുടെ ഭക്ഷണത്തിക്കുന്നു? നിങ്ങൾ എന്റെ കൊച്ചു ഇത്ര അവൻ അടിക്കണം മനുഷ്യ തന്നെ മൃഗമാണ്, മറ്റാണ്. ഈ അപ്പനെ പിരി കയറ്റി മുഴുവൻ ആരാ? അമ്മ. മിക്ക വീട്ടിൽ അമ്മ പിരി കയറ്റിട്ട് ആരെ കൈ കൊടുക്കും? അമ്മ വിശുദ്ധിയായി. പിള്ളേർ നോക്കുമ്പോ എന്താ? അപ്പൊ വലിയ പോക്കറി അല്ല പ്രഫിറ്റ്. അപ്പൊ നമ്മൾ അതിന്റെ ഭാഗമായിട്ട് ശിക്ഷയുണ്ട്. അങ്ങനെ അത് പല രീതിയിൽ കൊടുക്കാം. കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ. അപ്പൊ നമ്മൾ പറയാണ് കുട്ടി ഇതിന്റെ കാര്യം ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ നാളെ നിങ്ങൾ TV കാണിക്കുക. അപ്പൊ TV കാണിക്കുക എന്ന് പറഞ്ഞാൽ മമ്മിയും കാണുന്നില്ല, പപ്പായും കാണുന്നില്ല, ആരും കാണുന്നില്ല. ഓഫ് ചെയ്യും. അപ്പൊ ഒരു ഡൗട്ട്. ഇപ്പൊ നമ്മള് കൊച്ചിനോട് പറയുന്നു TV കാണിക്കില്ല, നീ ഇന്ന് ഒരു കുറുമ്പ് കാണിച്ചോണ്ട് നിനക്ക് TV കാണിക്കില്ല എന്ന് പറയുന്നത്. അപ്പൊ കുട്ടി നിരന്തരം വന്ന് പറയാണ്. ഇപ്പൊ ഞങ്ങൾ വീട്ടിൽ നടക്കണത്, ഇപ്പൊ ഞാൻ പറയും നീ അങ്ങനെ ചെയ്തതുകൊണ്ട് നിനക്ക് ഇതാണ് പണിഷ്മെന്റ്, ഇന്ന് പ്ലേ ഗ്രൗണ്ടിൽ പോണ്ട. അപ്പൊ ഇവനെന്ത് ചെയ്യുന്ന വെച്ചാൽ ഡാഡിയുടെ അടുത്ത് പോയിട്ട് പറയും ഡാഡാ വീട് ഡാഡ ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് കൊറേ കെഞ്ചി കേട്ടു. അപ്പൊ ഡാഡ പറയും ശരി കർത്താവ് വരെ ക്ഷമിച്ചില്ലേ, അപ്പൊ പിന്നെ നിനക്ക് എന്തുകൊണ്ട് ക്ഷമിക്കാൻ പാടില്ല, നീ ഇങ്ങനെ കല്ലുപോലെ ഇരിക്കരുത്, കുറച്ച് റിലാക്സ്ഡ് ആവണം. അപ്പൊ ഞാൻ എന്താ പറയുന്നത്, എനിക്ക് കൊച്ചിനോടുള്ള ദേഷ്യം കൊണ്ടൊന്നും കൊണ്ടല്ല, ഞാൻ ചിന്തിക്കണത് എന്താ, നമ്മള് ഒരു പ്രാവശ്യം പിന്നത്തെ നെക്സ്റ്റ് ടൈം നമ്മൾ ഒരു ശിക്ഷ കൊടുക്കുമ്പോ കൊച്ചു വിചാരിക്കാം മമ്മിയല്ലേ കുറച്ചു നേരം ഒന്ന് കരഞ്ഞു കഴിയുമ്പോഴേക്കും. അതുകൊണ്ടാണ് ഇന്നലെ ക്ലാസ് എടുത്തപ്പോ ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞത്. ഏതൊരു കാര്യവും പഠിപ്പിക്കുമ്പോൾ പരിശീലിപ്പിക്കുമ്പോൾ മമ്മി പപ്പ എന്ത് ചെയ്യണം? ഒറ്റ സ്റ്റാൻഡിൽ നിൽക്കണം. കുട്ടിക്ക് ഒരു കാരണവശാലും അപ്പൻ പാർട്ടി അമ്മ പാർട്ടി ആകാൻ പാടില്ല. ഒറ്റ സ്റ്റെപ്പ് ടേക്ക് ഡിസിഷൻ. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ TV വേണ്ട, ഒരാഴ്ചത്തേക്ക് വേണ്ട എന്ന് തീരുമാനം എടുത്താൽ അത് രണ്ടുപേരും അതിൽ യാതൊരു ഓക്കെ. അപ്പൊ അത് മമ്മി എന്ത് ചെയ്യണം? പപ്പ എന്തുകൊണ്ടാണ് സോഫ്റ്റ് ആകുന്നത് കണ്ടുപിടിച്ച് അതിന്റെ ഹീലിങ്ങിന് വേണ്ടി ഞാൻ ഈ കൊച്ചിന് ഡിനയില് ഏർപ്പാടാക്കി എന്റെ സാധനം കൊടുക്കുന്നില്ല, നീ ഇൻസിസ്റ്റ് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ അമ്മ സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് കൊച്ച് കുറെ പ്രാവശ്യം കൊടുക്കും. അപ്പൊ ആ കൊച്ചിന് വേറൊരു മെസ്സേജ് ആണല്ലോ കിട്ടുന്നത്. അപ്പൊ ഞാനത് ചോദ്യം ചെയ്യുമ്പോൾ എന്നോട് പറയുന്നത് ഇതൊക്കെ ഒരു പ്രായം കഴിയുമ്പോൾ പിള്ളേർ ഇപ്പൊ ഈ സമയത്ത് വാശി പിടിക്കുന്നത്, ഇത് ഒരു സമയം കഴിയുമ്പോൾ മാറുന്ന. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നമ്മളെ വിട്ടുവീഴ്ച വരുമ്പോൾ അറിയാവാ, കുട്ടിയുടെ മനസ്സിൽ വരികയാണ് ഇങ്ങനെ പിടിച്ചാൽ തീരുമാനം വരും. അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് പിന്നീട് ചിലപ്പോ ദുശാഠിക്കാരായ കുട്ടികളായി തീർന്നാൽ ചില കുഞ്ഞുങ്ങൾ ഞാൻ പറയില്ല. ഇപ്പൊ അങ്ങനെ കുട്ടിയായിട്ട് നിങ്ങൾ എയർപോർട്ടിൽ പോകുന്ന വഴിക്ക് ചെയ്യുന്ന കുട്ടി ഒരു സാധനം കൊണ്ട് ഒറ്റ കരച്ചിട്ടാണ് അവിടെ കരയും. നിങ്ങൾ എടുക്കാൻ പറയുന്ന കുട്ടി വരത്തില്ല, അവിടെ കിടന്ന് കരയും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? ചുറ്റുപാട് നോക്കിയിട്ട് പോയി KFC പുറത്തു കൊണ്ടുപോകുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് വരുന്നത്. കുട്ടി എന്ത് ചെയ്യുന്നു? ഇതിനെ നമ്മൾ ചൂഷണം ചെയ്യും. പക്ഷെ അതിന്റെ ഫോർമേഷൻ നടക്കുന്ന വീട്ടിലാണ്. അതുകൊണ്ടാണ് മമ്മിയും പപ്പായും ഞാൻ പറയാം, ഞങ്ങളുടെ വീട്ടിലെ TV പപ്പ ഉള്ള സമയത്ത് TV വെക്കാറ്. പിള്ളേരെന്ത് ചെയ്യുന്നു? ഞങ്ങൾ അനുവദിക്കാതെ ആവശ്യമുള്ളത് കാണാനായിട്ട് പറഞ്ഞു. പക്ഷെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു? അപ്പച്ചനെ ജാക്കറ്റിട്ട് അവിടെ കാണും. അപ്പച്ചനും കൂടെ പോയിരിക്കും. എന്നിട്ട് അപ്പച്ചനെ കണ്ട് ഇച്ചിരി കഴിയുമ്പോ അപ്പച്ചനെ നിങ്ങൾ ശാലന്റെ എന്തെങ്കിലും കാണുകയാണ്. ഇച്ചിരി വരുന്നത് അപ്പച്ചൻ ഇന്ന ചാനൽ ഒന്ന് വെച്ച് നോക്കിയാലോ, അവര് അപ്പച്ചനെ കയ്യിലെടുക്കും. അപ്പൊ നമ്മൾ പോയി പറയുമ്പോ അപ്പച്ചൻ പറയും പിള്ളേരല്ലേ ഇച്ചിരി കണ്ടുവേണം. പിള്ളേരെന്ത് ചെയ്യാം? മാറി മാറി അപ്പച്ചനെ ഇടാം. അപ്പൊ നമുക്ക് അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവത്തിന് പിന്നെ പപ്പായ മരണശേഷം പപ്പ മരിക്കുന്നതിന് മുമ്പ് ഒരു ചാൻസ് വന്നു. പപ്പായ്ക്ക് സുഖമില്ലാതെ. അപ്പൊ എല്ലാവരും കൂടി എല്ലാവരും ഇരുത്തിയിട്ട് പറഞ്ഞു അപ്പച്ചന്റെ സൗഖ്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? TV, കാരണം പപ്പ കൂടുതൽ കണ്ടതാണ്, TV ഇടന്ന് വെക്കണം. അപ്പൊ നമുക്ക് ഗ്യാപ്പ് കിട്ടി അതുകൊണ്ട് കട്ട് ചെയ്യാനായിട്ട്. അതിനുശേഷം 4-5 മാസം കഴിഞ്ഞ് പപ്പ മരിച്ചു. പപ്പ മരിച്ചോടുകൂടി എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് പതുക്കെ കംപ്ലീറ്റ് ഡ്രോപ്പ് ചെയ്ത് മക്കളെ ഇനി 40 ദിവസത്തേക്ക് വേണ്ട. പിന്നെ നമുക്കൊരു അവസരം കിട്ടി, 1 വർഷത്തേക്ക് വേണ്ട. പിന്നെ എന്ത് ചെയ്യുന്നു? TV ഇപ്പോ ഇല്ല. എന്തെങ്കിലും നല്ല സിനിമ വന്നാൽ CD കിട്ടുവാണെങ്കിൽ മാത്രം അവരിരുത്തി ഒന്നിച്ചിരുന്ന് കാണുന്നു, സഹായിക്കുന്നു. ഞാൻ പറഞ്ഞത് നമുക്ക് ചില കാര്യങ്ങൾ നമ്മള് ആ സമയത്ത് കുട്ടികൾ ഇൻട്രസ്റ്റ് ആയിട്ട് TV ഞാൻ എന്റെ വീട്ടിൽ ചാനൽ ഇട്ടപ്പോൾ കുഴപ്പമെന്നറിയാവോ? എല്ലാ ദിവസവും വൈകുന്നേരം ആരുമായിട്ട് സംഘർഷം? പിള്ളേരുമായിട്ട് സംഘർഷം.
അവരെന്താ നമ്മള് ഷാലോൺ ടീ വന്നപ്പോഴാണെങ്കിലും വാങ്ങിച്ചിട്ടത്. ഇപ്പൊ മൂത്ത കുട്ടി അരമണിക്കൂർ, എല്ലാവർക്കും അരമണിക്കൂർ അലോട്ട് ചെയ്ത്. അവർക്ക് ഏത് ടീ വേണം, ഷാലോ വന്ന് അവർക്കാർക്കും വേണ്ട. കുട്ടിയുടെ ടേസ്റ്റിനുള്ള പ്രോഗ്രാം ഷാലോ വരുന്നില്ല. ആകെപ്പാട് കാട്ടിലെ കൂട്ടുകാരല്ലാതെ പിന്നെ എല്ലാം വാമൊഴി പിള്ളേർക്കൊട്ടും താല്പര്യമില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു, അരമണിക്കൂർ കണ്ടോളാൻ പറഞ്ഞു. അപ്പൊ 3 പേരും അരമണിക്കൂറോ എത്ര മണിക്കൂറായി? 3 പേരും കാണും. അവർക്ക് ഈ മൂത്തയാള് കാണുന്ന പ്രോഗ്രാം ആർക്കും ഇഷ്ടമില്ല. പക്ഷെ എന്നാലും മൂത്തയാള് വെക്കുമ്പോ അവരൊരു കമ്പനി ആയിട്ട് എന്ത് ചെയ്തു, മണിക്കൂറും വെറുതെ എന്തിനാ കുഞ്ഞുങ്ങൾ നമ്മളും വഴക്ക്. പിള്ളേർ വരുമ്പോഴെന്ത് ചെയ്യുന്നു, ബാഗ് ഒരു ഒറ്റ ഏറ് അമ്മ ക്യാച്ച് ചെയ്യുന്നു, പിടിച്ചു വെക്കുന്നു. അവരതിന് മുമ്പിലിരിക്കുന്നത് ടിവിയുടെ മുമ്പിലിരിക്കുന്നു, റിമോട്ട് എടുത്ത് പിടിക്കുന്നു, കാണുന്നു, പപ്പ അലോട്ട് ചെയ്തിട്ടുണ്ട്, അരമണിക്കൂർ കണ്ടോളാം. പിന്നെ അവന് മുമ്പിലാണ് കാപ്പി കൊണ്ട് കൊടുക്കുന്നു. ഇപ്പൊ കുട്ടി കളിക്കാൻ പോകുന്നില്ല. സ്കൂളിലെ വിവരങ്ങളൊന്നും നമുക്കറിയാൻ മറ്റേ വരുന്ന സമയത്തേ ഉള്ളൂ കുട്ടി എന്ത് പറയുള്ളൂ, സ്കൂളിലെ വിവരം. അതിനുശേഷം പിന്നെ പറയത്തില്ല, ശ്രദ്ധിച്ചാൽ അറിയാം. വരുന്ന സമയത്ത് ചൂടോടെയാണെങ്കിൽ എല്ലാ കാര്യവും കൂട്ടി. ഇപ്പൊ ടി വി നിർത്തിയപ്പോൾ എന്താ ഗുണം, വരുന്നു, ബുക്ക് കാലത്ത് വെക്കുന്നു, അവര് എന്തെങ്കിലും പറയുന്നു, ചായ കുടിക്കുന്നു, പുറത്തു പോയി കളിക്കുന്നു, ആക്ടിവിറ്റീസ് ആയി. അല്ലെങ്കിൽ എന്താ, ടിവിയുടെ മുമ്പില്. നിങ്ങളുടെ ഇവിടുത്തെ സിറ്റുവേഷൻ വേറെ ആയിരിക്കാം. എങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് കാണുന്നു കേൾക്കുന്നു അത് കുട്ടിയുടെ ജീവിതത്തെ സ്വാധീനിക്കും. അപ്പൊ നമ്മുടെ മമ്മിയും പപ്പായും കൂടെ ഒന്നിച്ചു നിന്നാൽ മാത്രമേ ഉള്ളൂ കുട്ടികളെ എന്തെങ്കിലും ഫോർമേഷൻ നടത്താൻ സാധിക്കും. പപ്പ ലാഘവത്തിൽ വെച്ചാൽ കുട്ടി വേണം, മമ്മിയെ വെച്ചാലോ. അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു തീരുമാനം എടുത്താൽ, പപ്പ തീരുമാനം എടുത്തു നിന്നെ വിടത്തില്ല. അപ്പൊ മമ്മി ഒരു കാരണം തിരിച്ചു ചോദിച്ചാല്, മോനെ പപ്പയുടെ തീരുമാനം പറഞ്ഞിരിക്കുന്നത് മമ്മിക്കൊന്നും ചെയ്യാൻ സാധിക്കും. നീ വേണമെങ്കിൽ പപ്പായെ വിളിച്ചെന്ത് ചെയ്യണം, ഫോൺ ചെയ്ത് ചോദിക്കുക. പപ്പ അനുവദിച്ച ഞാൻ നിന്നെ വിടാം, അല്ലെ വിടത്തില്ല കൂട്ടാ. ഒരു പ്രായമായ പിടിച്ചാൽ കിട്ടത്തില്ല. ചെറുപ്പത്തിൽ ഇങ്ങനെ വന്നാൽ അവനൊരിക്കലും, അതുകൊണ്ട് ചെറുപ്പത്തിലുള്ള ശീലം കുട്ടികൾ ഒരിക്കലും മറക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ പരമച്ചൻ വന്ന വാക്യം കോട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് സിംഗപ്പൂരിലെ സാഹചര്യമുണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്. അവിടെ നിങ്ങൾ മലയാളി വിട്ടിട്ട് ഇതിനകത്തോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ കുട്ടികളെ എപ്രകാരം സഹായിക്കാൻ പറ്റുമെന്നൊരു ജ്ഞാനം ലഭിക്കും. ആ ജ്ഞാനം ഉപയോഗിച്ച് നിങ്ങളൊരു പ്രോഗ്രാം ശുശ്രൂഷ ചെയ്താൽ ഭയങ്കര റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ, സർവ്വതി ഹല്ലേലൂയ. വീണ്ടും എന്നോട് പ്രാർത്ഥിക്കാൻ, നിങ്ങള് ജ്ഞാനത്തിന്റെ വരം, അറിവിന്റെ വരം ഉപയോഗിക്കുക വളരെ വേഗത്തിൽ. ഇന്ന് നിങ്ങൾ കണ്ടെത്തിയ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ എന്ന് വെച്ച് നാളെ എപ്പോഴും ഒരു അന്വേഷണ ബുദ്ധിയിലല്ല, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് ഇങ്ങനെ കണ്ടെത്തിയാൽ നിങ്ങൾക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം, നിങ്ങളുടെ മക്കളെ സഹായിക്കാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥന എഴുന്നേറ്റ് നിൽക്കാൻ. നമുക്ക് എല്ലാവർക്കും നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എല്ലാം ഓർക്കാം. ഈശോയുടെ കരങ്ങളിലേക്കെല്ലാം നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദയ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും നാഥ നിൻ ജീവനെ നിത്യ സഹായകനേ. ഒരിക്കൽ കൂടി ശബ്ദമുയർത്തി, തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും നാഥ, തന്നാലും നാഥ നിൻ ജീവനെ നിത്യ സഹായകനേ. അകതാരിലുണവിന്നെ പരിനീരു തൂകി അവിരാമൊഴുകി വരൂ വരദാനവാരിതേ പരമേകുവാനായി അനുസ്യൂതമൊഴുകി വരൂ. തന്നാലും നാഥ, തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും നാഥ നിൻ ജീവനെ നിത്യ സഹായകനേ. പാപവും പുണ്യവും
സ്നേഹമായി തന്നാലും നാഥ, തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ. തന്നാലും നാഥ, തന്നാലും നാഥ നിൻ ജീവനേ നിത്യ സഹായകനേ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയരട്ടെ, ശബ്ദം ഉയർത്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നിനക്ക് നന്ദി പറയ്, നന്ദി പറയ്, നന്ദി പറയ്, നന്ദി പറയ്. യേശുവേ സ്തോത്രം, യേശുവേ നിനക്ക് നന്ദി പറയ്, നന്ദി പറയ്, നന്ദി പറയ്, നന്ദി പറയ്, നന്ദി പറയ്. യേശുവേ നിനക്ക് നന്ദി പറയ്, നന്ദി പറയ്, നന്ദി പറയ്. നമുക്ക് എല്ലാവർക്കും സ്വസ്ഥമായിട്ടിരിക്കാം. കൈകൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ഓരോ കൊച്ചു പ്രാർത്ഥനകൾ നിങ്ങളുടെ കുഞ്ഞിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു, പ്രാർത്ഥിച്ചു. ഒരുപക്ഷെ അതിന്റെ വിഷയങ്ങൾ കണ്ടെത്തി അതിന്റെ ഹീലിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു കുഞ്ഞു പ്രാർത്ഥന, ഒത്തിരി നീട്ടിയല്ല. ഈശോയെ എന്റെ കുഞ്ഞിൽ കാണുന്ന ഇന്ന സ്വഭാവം, അതുമായി ബന്ധപ്പെട്ടുള്ള ആന്തരിക മുറിവ്, ഇന്ന മുറിവ് സുഖപ്പെടുത്തി അവനെ അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ കൂട്ടായ്മയോട് ചേർത്ത് പ്രാർത്ഥിക്കും. കൂട്ടായ്മ ഒരുമിച്ച് കർത്താവെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എല്ലാവരും വേഗം വേഗം പ്രാർത്ഥിക്കാം ഓരോരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അവന് കൂടുതലായിട്ട് എല്ലാ കാര്യങ്ങളും ഓർത്തു വെക്കുവാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കൂട്ടായ്മ വഴി അങ്ങയുടെ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ. സ്നേഹമുള്ള ഈശോയെ, മാതാപിതാക്കളിൽ നിന്ന് വഴക്കോ അല്ലെങ്കിൽ മറ്റോ വാക്കുകളോ ഉണ്ടോ, നിങ്ങളുടെ സ്വഭാവം കൊണ്ട് എന്തെങ്കിലും മുറിവുകൾ മക്കൾക്ക് സംഭവിക്കുന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ആ മുറിവ് മൂലം പലപ്പോഴും അവർ വേദനിക്കുന്നുണ്ടെങ്കിൽ, ആ മുറിവ് അവരുടെ സ്വഭാവ ദൂഷ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് അവരിൽ നിന്ന് ആ മുറിവുകൾ എടുത്തു മാറ്റി, ആ കളകൾ എടുത്തു മാറ്റിക്കൊണ്ട് ഭാവിയിൽ യേശു ആഗ്രഹിക്കുന്ന അങ്ങയുടെ പ്ലാനിനും പദ്ധതിക്കൊത്ത് ഞങ്ങളുടെ മക്കളെ നമുക്ക് ഇനിയും ജനിക്കാവുന്ന എല്ലാ മക്കളെയും ആ പ്ലാനിനൊത്ത് നയിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പൊ സ്പെസിഫൈ ചെയ്ത് പ്രാർത്ഥിക്കുന്നതാണ്. ഇന്ന കാര്യം ഇന്ന കണ്ടെത്തിയത് അതിന്റെ ഹീലിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ കുറെ കൂടെ കുട്ടിക്ക് സൗഖ്യം ലഭിക്കാനായിട്ട് സഹായമായി തരും. കണ്ണുടച്ച് നിങ്ങളുടെ കുഞ്ഞിന്റെ പേടിയുണ്ട്, പേടിക്കാരമായ ഉദരത്തിലെ ആന്തരിക മുറിവിനെ സുഖപ്പെടുത്തണമെന്ന് അവിടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ആ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. വേഗം വേഗം പ്രാർത്ഥിക്കാം. കുഞ്ഞിന്റെ അമിതമായിട്ടുള്ള വാശി, സ്വാർത്ഥത, ഡിസിപ്ലിൻ ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിന്റെ പ്രശ്നം, ഇതെല്ലാം ഈശോയെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അതുപോലെ ഓവറായിട്ടുള്ള സെൻസിറ്റിവിറ്റി നേച്ചർ. കർത്താവായ ഈശോയെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ. കർത്താവായ ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈശോയെ എന്റെ രണ്ടാമത്തെ മകളെ സമർപ്പിക്കുന്നു. അവളിൽ അങ്ങ് നൽകിയിട്ടുള്ള എല്ലാ നന്മകളെയും ഓർത്ത് നന്ദി പറയുന്നു ഈശോയെ. എന്നാൽ അവൾക്കുള്ള കുഞ്ഞു കുഞ്ഞു മുറിവുകള്, ഷൈനസ് അല്ലെങ്കിൽ ക്വൈറ്റ് റിസർവ്ഡ് ആയിട്ടുള്ള നേച്ചർ, ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയാനുള്ള മടി, പെട്ടെന്ന് എന്തെങ്കിലും പറയുമ്പോൾ ദേഷ്യപ്പെടുക, ഷൗട്ട് ചെയ്യുന്ന സ്വഭാവം, ഈശോയെ മുറിവുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ. കർത്താവായ ഈശോയെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ. കർത്താവായ ഈശോയെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ. കർത്താവായ ഈശോയെ ഞങ്ങളുടെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ.
കർത്താവായ ഈശോയെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ. എന്റെ മോളുടെ ഉച്ചത്തിലുള്ള സംസാരം, അതുപോലെ തന്നെ വാശി, ഇടയ്ക്കുള്ള സ്വാർത്ഥത, എന്റെ ഈശോയെ അങ്ങേക്ക് ഞാൻ അത് സമർപ്പിക്കുന്നു. അവളുടെ അത് പൂർണ്ണമായി മാറുവാനുള്ള കൃപ അവിടെ നൽകണമേ. കർത്താവായ ഈശോയെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ. കർത്താവായ ഈശോയെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ. കർത്താവേ, എന്റെ മകനെ സമർപ്പിക്കുന്നു. കോൺസെൻട്രേഷൻ ഇല്ലായ്മയാണ് അവന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതുപോലെ തന്നെ പെട്ടെന്ന് സങ്കടം വരിക. ഈ രണ്ട് കാര്യങ്ങളെ എടുത്ത് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ. കർത്താവായ ഈശോയെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ. ഈശോ എന്റെ മോൾക്ക് കൂടെ കൂടെ ഉണ്ടാകുന്ന തലവേദനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ അവൾക്ക് പഠിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണം, തളർച്ച, ഉറക്കം, അതിനെ കാരണം കണ്ട് മനസ്സിലാക്കുവാനും ഈശോയെ ആ സാഹചര്യങ്ങളെ അവൾ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് ഈശോയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ. പറയാത്തൊരു വേഗം വേഗം പറയാ. കർത്താവായ ഈശോയെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ. 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 സ്പോർട്സ് കാര്യങ്ങൾ ആക്റ്റീവായിട്ടും പഠിക്കാതിരിക്കുകയും അവരെ കോൺസെൻട്രേറ്റ്
കർത്താവായ ഈശോയെ കുഞ്ഞിനെ ഭഗവതി യുവതി ഒഴുക്കി കൂടി കുഞ്ഞിനെ സൗഹൃദ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന യേശുവേ ആരാധന നമ്മളെ സ്തുതിക്കുന്നവരാകെ നന്ദി പറയും. യേശുവേ എല്ലാവർക്കും എഴുന്നേറ്റെടുക്കാം. നല്ല പരസ്പരം ഈ രണ്ടുപേരായിട്ട് മുഖത്തോട് മുഖം എഴുതിയെടുക്കാം. നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി വേറെ ആളെ സഹായം തേടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ പറഞ്ഞ ചില കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ നമ്മളെ സഹായിക്കേണ്ടത് വേറൊരാളാണ്. നമ്മുടെ മാതാപിതാക്കൾ തന്നെ ചിലപ്പോൾ കൈകാര്യം ചെയ്താൽ അത് വൈകാരികമായ വലിയ മുറിവുകൾക്ക് കാരണമായി തീരും. നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ഒരാൾക്ക് മുമ്പിൽ നിൽക്കുന്ന ആള് ഹൃദയത്തിൽ മുമ്പിൽ നിൽക്കുന്ന ആള് നിങ്ങൾ നിൽക്കുന്നവര് ഹൃദയത്തോട് ഇടത്തെ കൈ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. നിൽക്കുന്നയാള് തോളത്ത് വലത്തെ കൈ വെക്കുക. പരസ്പരം ഈ രണ്ടുപേരായിട്ട് മുഖത്തോട് മുഖം തിരിഞ്ഞ് എന്നിട്ട് നിങ്ങളുടെ കുഞ്ഞിന്റെ ആവശ്യം പറയും. എന്റെ കുഞ്ഞിന് ഇന്ന കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു കാര്യം മാത്രം, ഒത്തിരി കാര്യം പറയരുത്. ഇപ്പൊ കിട്ടേണ്ട ഹീലിംഗ് കിട്ടേണ്ട ഒറ്റ കാര്യം മാത്രം പറയാം. എന്റെ കുഞ്ഞിന് ഇന്ന സൗഖ്യം എനിക്ക് വേണം. മോളെ മണി കിങ്ങണി വായിച്ചു പരസ്പരം എന്തെങ്കിലും പറയാം. എന്റെ കുട്ടിക്ക് ഇന്ന സൗഖ്യം. ഇടത്തെ കൈ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു, വലത്തെ കൈ മുമ്പിൽ വെക്കുന്നു. എന്റെ കുട്ടിക്ക് ഇന്ന സ്വഭാവം, കുട്ടിയുടെ അമിതമായ ഭയത്തിന് കാരണം ഇതാണ്, ചെറുപ്പത്തിൽ കിട്ടിയതാണ്. അതിന് വിടുതല് വേണ്ടി പ്രാർത്ഥിക്കണം. പൊതുവായിട്ട് പറയുന്നത് കൃത്യമായിട്ട് ഒരു കാര്യം പറഞ്ഞാൽ മതി. പേടി അല്ലെങ്കിൽ നാണം അല്ലെങ്കിൽ അന്തർമുഖനാണ്. ശരിയാണ്, അവന് ഉദരത്തിലായ സമയത്ത് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് കിട്ടിയതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വേറൊരാളുടെ സഹായത്തോടു കൂടി കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരസ്പരം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാല് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വരമുയർത്തി പ്രാർത്ഥിച്ചേ. അല്പം കൂടെ സ്വരമുയർത്തി പ്രാർത്ഥിച്ചേ. സ്വരമുയരട്ടെ. മമ്മി പപ്പ പ്ലീസ് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചേ. സ്വരമുയരട്ടെ, സ്വരമുയരട്ടെ. അല്പം കൂടെ ചോദ്യം ശ്രമിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വരമുയരട്ടെ. അല്പം ശബ്ദമുയർത്തി, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തെ എല്ലാ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. കുട്ടികളെ മിനിസ്ട്രിയിൽ ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ടവരുടെ മക്കളെ അനുഗ്രഹിക്കുന്നു. അവരെ ഭയം മാറട്ടെ, നാണം മാറട്ടെ, അസ്വസ്ഥത മാറട്ടെ, വാശി മാറട്ടെ, കോപം മാറട്ടെ. കർത്താവേ, കുടുംബത്തിൽ അനുഗ്രഹിക്കപ്പെട്ട വൈദ്യങ്ങളായി മാറട്ടെ, അനുഗ്രഹിക്കപ്പെട്ട വൈദ്യങ്ങളായി മാറട്ടെ. എല്ലാം വിളകളായി തീരണ കർത്താവേ, എല്ലാം വിളകളായി തീരണ കർത്താവേ, എല്ലാം വിളകളായി തീരണ കർത്താവേ, എല്ലാം വിളകളായി തീരണ കർത്താവേ, എല്ലാം വിളകളായി തീരണ കർത്താവേ. എന്റെ കൃപയെടുക്കട്ടെ, കൃപയെടുക്കട്ടെ, കൃപയെടുക്കട്ടെ. സൗഖ്യം ഒഴുകട്ടെ, സൗഖ്യശക്തി ഒഴുകട്ടെ, രോഗശാന്തി ഒഴുകട്ടെ, ആന്തരിക സൗഖ്യം ഒഴുകട്ടെ കർത്താവേ. പരസ്പര പ്രാർത്ഥനയിലൂടെ വിടുതൽ ലഭിക്കട്ടെ, വിടുതൽ ലഭിക്കട്ടെ, കൃപ ലഭിക്കട്ടെ, കൃപ ലഭിക്കട്ടെ, കൃപ ലഭിക്കട്ടെ. ഊഹാ ഊഹാ നീ ആവസിക്കണമേ, ഊഹാ നീ ആവസിക്കണമേ, ഊഹാ നീ ആവസിക്കണമേ, ഊഹാ നീ അധ്വാനിക്കണമേ, ഊഹാ നീ അധ്വാനിക്കണമേ. നിർത്താതെ ശ്രമിക്കുക, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അറിവിന്റെ വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക, അറിവിന്റെ വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക, അറിവിന്റെ വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക. അറിവിന്റെ വചനം ഉപയോഗിച്ച് ശക്തിയോട് ശ്രമിക്കുക. കർത്താവേ കരുണവർഷിക്കണമേ, യേശുവേ കരുണവർഷിക്കണമേ, കർത്താവേ കരുണവർഷിക്കണമേ, കർത്താവേ കരുണവർഷിക്കണമേ,
എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ, യേശുവേ, എല്ലാ മക്കളെയും തൊടണമേ. എല്ലാ മക്കളെയും തൊടണമേ. എല്ലാ കുഞ്ഞുങ്ങളെയും തൊടണമേ. യേശുവേ തൊടണമേ. യേശുവേ തൊടണമേ. പിതാവേ, ഞങ്ങളുടെ നാമത്തിൽ ഇപ്പോൾ വീട്ടിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സ്പർശം ലഭിക്കട്ടെ, ശക്തി ലഭിക്കട്ടെ, വിടുതൽ ലഭിക്കട്ടെ, വിടുതൽ ലഭിക്കട്ടെ, വിടുതൽ ലഭിക്കട്ടെ. യേശു നാമത്തിൽ വിടുതൽ ലഭിക്കട്ടെ. യേശു നാമത്തിൽ വിടുതൽ ലഭിക്കട്ടെ. യേശു നാമത്തിൽ വിടുതൽ ലഭിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു നാമത്തിൽ വിടുതൽ ലഭിക്കട്ടെ. യേശു നാമത്തിൽ വിടുതൽ ലഭിക്കട്ടെ. എല്ലാ പൈശാചിക സ്വാധീനങ്ങളും വിട്ടുമാറട്ടെ. കൃപയെടുക്കട്ടെ. ദൈവ കൃപയെടുക്കട്ടെ. ദൈവ കൃപയെടുക്കട്ടെ. കൃപയെടുക്കട്ടെ. ദൈവ കൃപയെടുക്കട്ടെ. ദൈവ കൃപയെടുക്കട്ടെ. എല്ലാ തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടുമാറട്ടെ. തലമുറയുടെ സ്വാധീനങ്ങൾ വിട്ടുമാറട്ടെ. യേശുവേ, 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 യേശുവേ. ഒരു വേണ്ടി മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ആ വ്യക്തിക്ക് വേണ്ടി സ്വസ്ഥമായി പ്രാർത്ഥിക്കാം. ഈശോയെ വ്യക്തിയോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ സംസാരിക്കണമേ. പരിശുദ്ധാത്മാവേ സംസാരിക്കണമേ. എന്തെങ്കിലും വചനമോ അല്ലെങ്കിൽ സന്ദേശമായിട്ടെല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ ഇവ പരസ്പരം പറയാം. ഇതിനു വേണ്ടി ഇന്ന കാര്യം ചെയ്യാൻ ഈശോ ആഗ്രഹിക്കുന്നു. അത് ഇന്നത് നമ്മുടെ ശിക്ഷണം എന്താണോ ദൈവം പറയുന്നുണ്ടെങ്കിൽ പറയുക. നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ഇന്നത് ശ്രദ്ധിക്കണം, ഇന്ന കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അത് ഇന്ന വചനം ദൈവം തരുന്നു അങ്ങനെ പറയാം. പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം നെറ്റിയിൽ കുറിച്ച് അടയാളം വരയ്ക്കാം. എന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് കണ്ണടച്ച് അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിന് കരുണയും കൃപയും ഒഴുകുവാനും പ്രാർത്ഥിക്കാം. ഈശോയെ സ്തുതിക്കുക ഒരിക്കൽ കൂടി. ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. എന്നിട്ട് തിരിച്ചിങ്ങോട്ട് നിൽക്കാം. എന്നിട്ട് കണ്ണുകളെല്ലാം അടച്ച് ആത്മാവിനിൽ ആവസിക്കട്ടെ. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എന്റെ കുഞ്ഞിനെ കൂടുതൽ മനസ്സിലാക്കുവാൻ, അതെല്ലാം യാത്രക്കടയിൽ ഓരോ കുഞ്ഞിനെ കണ്ടുമുട്ടുമ്പോഴും അത് ദൈവത്തിന്റെ ദാനമാണ്, സമ്മാനമാണ്. ദൈവം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുവാൻ, ദൈവത്തിന്റെ വരങ്ങൾ കൊണ്ട് നിറയുവാൻ, പ്രവചന വരത്താൻ നിറയുവാൻ, കൃപാവരങ്ങൾ ജ്വലിക്കുവാൻ ആത്മാവെ എന്നിൽ ആവസിക്കട്ടമേ. ആത്മാവിൽ അധ്വാനിക്കട്ടെ. അങ്ങനെ ഈ ദേശത്തിന് കുട്ടികളുടെ ഇടയിൽ ശുശ്രൂഷിക്കാൻ വലിയൊരു തുടക്കം കുറിക്കാൻ ദൈവം കരുണവശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. ആത്മാവിനിൽ ആവസിക്കട്ടെ, ആത്മാവിനിൽ അധ്വാനിക്കട്ടെ, കൃത്യവരെ ആത്മാവിനിൽ ആവസിക്കട്ടെ, ആത്മാവിനിൽ അധ്വാനിക്കട്ടെ. ദൂതന്മാരെ കാറ്റാക്കും, ശുശ്രൂഷകരെ തീയാക്കും, ദൂതന്മാരെ കാറ്റാക്കും, ശുശ്രൂഷകരെ തീയാക്കും. കൃപയാവസിക്കട്ടെ, കൃപയ്ക്ക് മേൽ കൃപയാധ്വാനിക്കട്ടെ, കൃപയ്ക്ക് മേൽ കൃപയാവസിക്കട്ടെ, കൃപയ്ക്ക് മേൽ കൃപയാധ്വാനിക്കട്ടെ. ആത്മാവെന്നിൽ ആവസിക്കട്ടെ, ആത്മാവെന്നിൽ അധ്വാനിക്കട്ടെ. സ്വന്തവരുടെ ആത്മാവെന്നിൽ ആവസിക്കട്ടെ, ആത്മാവെന്നിൽ അധ്വാനിക്കട്ടെ. ദൂതന്മാരെ കാറ്റാക്കും, ശുശ്രൂഷകരെ തീയാക്കും, ദൂതന്മാരെ കാറ്റാക്കും, ശുശ്രൂഷകരെ തീയാക്കും. കൃപയ്ക്ക് മേൽ കൃപയാവസിക്കട്ടെ, കൃപയ്ക്ക് മേൽ കൃപയാധ്വാനിക്കട്ടെ, കൃപയ്ക്ക് മേൽ കൃപയാവസിക്കട്ടെ, കൃപയ്ക്ക് മേൽ കൃപയാധ്വാനിക്കട്ടെ.
ആത്മാവെന്നിൽ ആവസിക്കട്ടെ, ആത്മാവെന്നിൽ അധ്വാനിക്കട്ടെ. ഞങ്ങളുടെ ദേശത്തെ കുറിച്ചുള്ള, കുട്ടികളുടെ ആത്മരക്ഷയെ കുറിച്ചുള്ള അങ്ങയുടെ വിഷൻ ഞങ്ങൾക്ക് പകർന്നു തരണമേ. ആ വിഷൻ അനുസരിച്ച് മിഷണറിയായി ഞങ്ങൾ പ്രവർത്തിക്കട്ടെ, ദൗത്യം ആരംഭിക്കട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി.